ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിൽ പിന്നെ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ സമയത്തിനനുസരിച്ച് മാറുന്നു. അപ്പോൾ നമ്മൾ പൊസിഷൻ മെഷർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ പറഞ്ഞു. എന്താണ് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ കുറിച്ച് പറഞ്ഞു വെച്ചു. അത്രയുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇപ്പോൾ ആവറേജ് വെലോസിറ്റി എന്താണ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണ്, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി മോഷന്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഗ്രാഫ്. ഗ്രാഫുകളിലൂടെ ഒരു വസ്തുവിൻ്റെ മോഷൻ അനലൈസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാനും എക്സ് വൈ പോലെയുള്ള ആക്സിസ് ഒക്കെ വരച്ച് അതിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് തന്നാൽ അത് ഗ്രാഫായിട്ട് മാർക്ക് ചെയ്യാനും ഗ്രാഫിനെ നിന്ന് കാര്യങ്ങൾ റീഡ് ചെയ്തെടുക്കാനും ഒക്കെ അറിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മോഷൻ്റെ പ്രധാനമായിട്ടുള്ള പാരാമീറ്റേഴ്സ് പൊസിഷനും ടൈമുമാണ്. ഇനി ആക്സിലറേഷനൊക്കെ അതിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ പൊസിഷനും ടൈമും ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഗ്രാഫിലേക്ക് ഒന്ന് പോവാം. നിങ്ങളിപ്പോൾ യൂണിഫോം മോഷനെ കുറിച്ച് പഠിച്ചു, ആവറേജ് വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു, സ്പീഡ് എന്താണെന്ന് പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ മെയിനായിട്ട് മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വേരിയേഷൻ ഓഫ് പൊസിഷൻ, ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ മോഷനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ ബേസിക് ഗ്രാഫ് എന്ന് പറയുന്നത് തന്നെ പൊസിഷനും ടൈമും തമ്മിൽ ബന്ധപ്പെടുത്തി വരയ്ക്കുന്ന ഗ്രാഫാണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൻ്റെ ഷേപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് ജനറലായിട്ട് ഇക്വേഷൻസും ഗ്രാഫും ഒക്കെ ഉള്ള മാത്തമാറ്റിക്സിൻ്റെ ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഗ്രാഫിക്കൽ സ്റ്റഡി ഓഫ് മോഷനും കൂടി അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. So study of motion through graphs. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഈ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ചെരിവാണ് എക്സ് ആക്സിസുമായിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട്. മോഷൻ്റെ സ്റ്റഡിയിൽ എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ടൈമാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സ്റ്റഡി ഓഫ് മോഷൻ ഗ്രാഫിക്കലായിട്ട് പഠിക്കുമ്പോൾ എക്സ് ഡയറക്ഷനിൽ മുമ്പേ നിങ്ങൾ മാർക്ക് ചെയ്തിരുന്ന ആ ആക്സിസിൽ ഇവിടെ നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്നത് സമയമാണ്, ടൈമാണ്. മുൻപ് നിങ്ങൾ വൈ എന്ന് മാർക്ക് ചെയ്തിരുന്ന ആക്സിസിൽ നമ്മളിപ്പോൾ പൊസിഷനാണ് മാർക്ക് ചെയ്യുക. പൊസിഷനെ നമ്മൾ എക്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള, അതായത് മുൻപ് നിങ്ങൾ വൈ എന്ന് പഠിച്ചിരുന്ന ആക്സിസ് ഇനി മുതൽ നിങ്ങൾ എക്സ് എന്ന് മാർക്ക് ചെയ്യും. ബിക്കോസ് X is the letter for position in our study of motion. പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വൈ എന്ന് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വൈ എടുത്ത് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എക്സ് എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് വരക്കുന്ന ആക്സിസ് പൊസിഷൻ്റെ ആക്സിസ് ആണ്. ദാറ്റ് ഈസ് ദി പൊസിഷൻ ആക്സിസ് വിച്ച് ഈസ് മാർക്ക്ഡ് ആസ് എക്സ്, ആൻഡ് ദി ഹൊറിസോണ്ടൽ ഓർ ദി ഓൾഡ് എക്സ് ആക്സിസ് ഈസ് ഇൻ വിച്ച് വി റെപ്രസെൻറ്റ് ടൈം. അപ്പോൾ ആ എക്സിന് പകരം ഇനി ടൈം ആക്സിസ് എന്നാണ് പറയുക. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിലുള്ള ആ ചിത്രം, ആ ലൈൻ അല്ലെങ്കിൽ ആ കർവ്,
അത് ഈ ടൈം ആക്സിസുമായിട്ട് എത്രത്തോളം ചെരിവുണ്ട് എന്നാണ്. ടൈം ആക്സിസിന് പാരലൽ ആണ് എങ്കിൽ സ്ലോപ്പ് 0 ആണ്. ടൈം ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആക്സിസിന് പാരലലായി. അങ്ങനെ വരുമ്പോൾ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇൻഫിനിറ്റ് ആണ്. സ്ലോപ്പ് 0 മുതൽ ഇൻഫിനിറ്റ് വരെ വരാം. പൊസിഷൻ ആക്സിസിന് ടൈം ആക്സിസിന് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് 0 ആണ്. പൊസിഷൻ ആക്സിസിന് അല്ലെങ്കിൽ ടൈം അല്ലാത്ത മറ്റേ ആക്സിസിന് പാരലലായിട്ട് വരച്ചാൽ അപ്പോൾ ടൈം ആക്സിസിന് പെർപെൻഡിക്കുലർ ആവും. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നോർമലി ഇറ്റ് വിൽ ബി ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ കേസിൽ, പ്രായോഗികമായിട്ട് ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ കേസിൽ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഒരു ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ആയിരിക്കും. ഗ്രാഫ് ടൈം ആക്സിസിന് പാരലലാണെന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 0, വിച്ച് മീൻസ് ദി വെലോസിറ്റി 0. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ യു വിൽ ഗെറ്റ് ദി വെലോസിറ്റി. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിയിങ് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ അത് ഞാൻ വരക്കാൻ പോകുന്നത് കണ്ടോ, ഈ ആക്സിസ് ഇതാണ് y എന്ന് മുമ്പ് മാർക്ക് ചെയ്ത ആക്സിസിന് x, ഇതാണ് പൊസിഷൻ. x ഇൻഡിക്കേറ്റ്സ് പൊസിഷൻ. x എന്ന് മുമ്പ് നിങ്ങൾ പഠിച്ച ഈ ആക്സിസിൽ ഞാൻ t എന്നാണ് കൊടുത്തത്. ദാറ്റ് മീൻസ് ദിസ് ആക്സിസ് ഈസ് ദി ടൈം ആക്സിസ്, ദിസ് ഈസ് ദി പൊസിഷൻ ആക്സിസ്. ഇനി റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഗ്രാഫാണ് വരക്കാൻ പോകുന്നത്, പൊസിഷൻ ടൈം ഗ്രാഫ്. അതിൻ്റെ പൊസിഷൻ, അതായത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ മാറൂല, കാരണം പൊസിഷൻ മാറുന്നില്ല, ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ആയിട്ടാണ് വന്നത് നോക്കണ്ട, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇതായിരിക്കും ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നോക്കുക, ദിസ് ലൈൻ, ഇതാണ് കർവ്, ഈ ലൈൻ, ദിസ് ഈസ് പാരലൽ ടു ദി ടൈം ആക്സിസ്. അതുകൊണ്ട് സ്ലോപ്പ് 0 ആണ്. അപ്പോൾ വെലോസിറ്റി 0 ആണ്. ദാറ്റ് മീൻസ് ദി ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. equal to 0, the body is at rest. Okay, ഇത് ക്ലിയർ ആയല്ലോ. പൊസിഷൻ ടൈം ഗ്രാഫ്, ഏറ്റവും സിംപ്ലസ്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ്, ഒരു ബോഡി റെസ്റ്റിലിരിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി അടുത്ത്, കൺസിഡർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി. വെലോസിറ്റി പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അത്തരം ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫാണ് ഇനി വരക്കാൻ പോകുന്നത്, മൂവിങ് വിത്ത്. അപ്പോൾ പോസിറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് പല രീതിയിലും വരക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഗ്രാഫ്? ഈ സ്ട്രെയിറ്റ് ലൈൻ, വിച്ച് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ, ശ്രദ്ധിക്കുക, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ. കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള, അപ്പോൾ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വസ്തുവിൻ്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്, വരക്കുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ വെച്ചാലും ആ ഗ്രാഫിൽ ആ ലൈനിൽ എവിടെ, ആ കർവിൽ എവിടെ ഏത് പോയിന്റ് എടുത്താലും അവിടെ സ്ലോപ്പ് കണ്ടാൽ അവിടുത്തെയൊക്കെ സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കർവിന്, അതായത് സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രത്യേകത അതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെന്ന്. സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയുള്ള ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയേ പറ്റും, കാരണം അതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആവണം. കാരണം യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഇവിടെ ഇത് പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇത് ഈ രീതിയിലുള്ള ഗ്രാഫ് ആയിരിക്കും. ഇതിങ്ങനെ തന്നെയല്ല, ഇതേപോലെ എവിടെയും അവിടെ നിന്ന് ഇങ്ങോട്ടാവാം ഒരു യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് എങ്ങനെ വെലോസിറ്റി കാണും, എങ്ങനെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണും? അത് നമ്മൾ ഏതെങ്കിലും 2 ടൈം ഇൻസ്റ്റന്റ് എടുക്കുക, ടൈം ആക്സിസിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക. ഇപ്പോൾ T1 T2 എന്ന് പറയുന്ന 2 പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസിനെ ഞാൻ x1 x2 എന്ന് മാർക്ക് ചെയ്തു. ഈ T1 സമയത്തുള്ള എക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? T1ൽ നിന്ന് നേരെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ പൊസിഷൻ ആക്സിസിൻ്റെ പാരലായിട്ടുള്ള ലൈൻ വരക്കുക. അത് ഈ ഗ്രാഫിൽ ഇവിടെ മീറ്റ് ചെയ്യുന്നു, ഈ കർവിൽ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാണും. അവിടെ നിന്ന് ടൈം ആക്സിസിന് പാരലായിട്ട് വീണ്ടും അപ്പുറത്തെ ആക്സിസിലേക്ക് വരക്കുക, ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഇതാണ് x1. അപ്പോൾ ഈ പോയിന്റിൻ്റെ ഇതിൽ T1 എന്ന് പറയുന്ന സമയത്ത് ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് x1 ആണ്.
ഇനി അതേപോലെ T2 എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ x2 ആണ്. അങ്ങനെ മാർക്ക് ചെയ്യാമല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ T1ൽ ഏതെങ്കിലും രണ്ട് ടൈമുകൾ എടുക്കുക, T1 T2 എവിടെയും എടുക്കുക. ആ രണ്ട് സമയത്തുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസ് മാർക്ക് ചെയ്യുക. T1 സമയത്തുള്ള പൊസിഷൻ x1 എന്നും T2 സമയത്തുള്ള പൊസിഷൻ x2 എന്നും എടുത്താൽ ദ സ്ലോപ്പ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. ആ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് x2 minus x1 divided by T2 minus T1. ഇത് ഓർത്ത് വെക്കണം. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് സ്ലോപ്പ് ഓഫ് ദിസ് സ്ട്രെയിറ്റ് ലൈൻ. ഇനി നിങ്ങൾ ജനറൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുമ്പോൾ ഇവിടെ എക്സ് ആക്സിസും ഇവിടെ വൈ ആക്സിസും ആയിരിക്കും. അപ്പോൾ ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ y, ഇവിടെ എക്സ് ആക്സിസുമായിട്ട് എടുത്താൽ ഇവിടെ y2, ഇവിടെ y1, ഇവിടെ x2, ഇവിടെ x1, ഇവിടെ x2 എന്ന് വരും. ആ കേസിൽ ഇറ്റ് വിൽ ബി y2 minus y1 divided by x2 minus x1. ജനറലി ഒരു സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏതെങ്കിലും രണ്ട് x വാല്യൂസ് എടുക്കുക, x1 x2, കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂസ് എടുക്കുക, അപ്പോൾ y1 y2. സോ y2 minus y1 divided by x2 minus x1 ആണ് ജനറലി സ്ലോപ്പ്. നമ്മുടെ ഗ്രാഫിൽ നമ്മൾ ഈ എക്സിൻ്റെ x2ൻ്റെ x1ൻ്റെ ഒക്കെ സ്ഥാനത്ത് T1ഉം T2 ആണ് എടുത്തത്, T2ഉം T1 ആണ് എടുത്തത്. y2 y1ൻ്റെ സ്ഥാനത്ത് നമുക്ക് വരും അപ്പം x2 x1 ആണ്. അപ്പോൾ ഈ ഗ്രാഫിൽ സ്ലോപ്പ്, ഇതിൻ്റെ ഈ കോർഡിനേറ്റ് ടൈം, ഈ ഡയറക്ഷനിലെ ആക്സിസിലുള്ളത് ടൈമാണ്. ഈ ഡയറക്ഷനിൽ വരുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ഡയറക്ഷനിൽ വരുന്ന ആക്സിസിൻ്റെ വാല്യൂസ്, അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ വെർട്ടിക്കലായിട്ട് വരുന്ന ഈ ആക്സിസിൽ വരുന്ന വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ഡിഫറൻസ്, ഓർ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സ്ലോപ്പ് കാണണമെങ്കിൽ നിങ്ങൾ വെർട്ടിക്കൽ, ഞാൻ പറഞ്ഞ മാറിയിട്ടുണ്ടോ സംശയമുണ്ടോ ഒന്നുകൂടി പറയാം. സ്ലോപ്പ് കാണണമെങ്കിൽ നിങ്ങൾ വെർട്ടിക്കൽ ആയിട്ടുള്ള, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്ന ആക്സിസിലുള്ള വാല്യൂസിലുള്ള ചേഞ്ച് എടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള ചേഞ്ച് കൊടുക്കുക. വെർട്ടിക്കൽ ആക്സിസിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ആക്സിസിൽ വരുന്ന ചേഞ്ച്, ആ റേഷ്യോനെയാണ് സ്ലോപ്പ് എന്ന് പറയുക. അല്ലെങ്കിൽ x2 minus x1 divided by T2 minus T1. അപ്പോൾ ഇങ്ങനെ ഏത് ഗ്രാഫ് കിട്ടിയാലും സ്ലോപ്പ് കാണാൻ എഴുതാൻ പഠിക്കണം. സ്ലോപ്പ് പോസിറ്റീവാണ് ഇതിൻ്റെ. ഓക്കെ, ഇനി അടുത്തത് സ്ലോപ്പ് പോസിറ്റീവ് തന്നെയാണ് പഠിക്കും. നോക്കുക, അതിൻ്റെ ഷേപ്പ് നോക്കുക. എപ്പോഴും ഈ ഒരു ഷേപ്പിലായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവും. സ്ലോപ്പ് പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾക്ക് ഗ്രാഫുകൾ കാണുമ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഗ്രാഫ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കണ്ടാൽ തന്നെ പറയാൻ പറ്റണം അതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം വെലോസിറ്റി പോസിറ്റീവാണോ നെഗറ്റീവാണോ. ആ ഗ്രാഫിൽ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും വെലോസിറ്റി കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള ഇക്വേഷനാണിത്. വെലോസിറ്റി v എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി മുമ്പ് പഠിച്ചിട്ടുണ്ട്. x2 minus x1 by T2 minus T1 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ഗ്രാഫിൽ നിന്ന് എങ്ങനെ കാണാമെന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഈ ഗ്രാഫ് നോക്കിയാൽ ഈ മാർക്ക് ചെയ്തതുപോലെ ഏത് ഗ്രാഫിൽ ഇതിലൊക്കെ ഇതേപോലെ T1 T2 എടുത്ത് x1 x2 എടുത്ത് x2 minus x1 divided by T2 minus T1 കാണാം. ഇത് മറ്റൊരു ഗ്രാഫാണ്. ഇതും പോസിറ്റീവ് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയാണ്. യൂണിഫോം വെലോസിറ്റി ആണെന്ന് ഉറപ്പാക്കിയത് എങ്ങനെയാണ്? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ, ദ ബോഡി ഈസ് അണ്ടർഗോയിങ് ഓർ എക്സിക്യൂട്ടിങ് എ യൂണിഫോം മോഷൻ. അല്ലെങ്കിൽ ഇഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ദ വെലോസിറ്റി ഈസ് യൂണിഫോം. അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ് പാർട്ടിക്കിൾ ഉള്ളത് എന്ന് നിങ്ങൾ ഉറപ്പിക്കും. മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ കേട്ടോ. വെലോസിറ്റിയും യൂണിഫോം മോഷൻ്റെ ഗ്രാഫുകൾ, പൊസിഷൻ ടൈം ഗ്രാഫ് മാത്രമാണ് എന്ന് പറയുന്നുള്ളൂ. മറ്റ് ഗ്രാഫുകളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രാഫ് നിങ്ങൾ കണ്ടു. പല രീതിയിൽ വരക്കാം ഗ്രാഫ് വരക്കുമ്പോൾ. പൊസിഷൻ ടൈം ഗ്രാഫൊക്കെ നിങ്ങൾ വരക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ എക്സിൻ്റെ വാല്യൂ പ്ലസും മൈനസും ഒക്കെ ആവാം, ബിക്കോസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് പൊസിഷൻ. പക്ഷെ ടൈമിൻ്റെ വാല്യൂ എന്തേ ആവാൻ പാടുള്ളൂ? പ്ലസ് മാത്രമേ, പോസിറ്റീവ് മാത്രമേ വരാൻ പാടുള്ളൂ. ഒരു ഗ്രാഫ് ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ അത് പൊസിഷൻ ടൈം ഗ്രാഫ് അല്ല. മാത്തമാറ്റിക്കലി ഗ്രാഫ് അങ്ങനെയൊക്കെ വരക്കാം, ബട്ട് ഫിസിക്സിൽ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഒരിക്കലും ടൈം നെഗറ്റീവായിട്ട് എടുക്കില്ല. ബിക്കോസ് ടൈം ഈസ് ഓൾവേസ് പോസിറ്റീവ്. മോഷൻ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ ടൈം 0 എന്ന് എടുക്കാം നമുക്ക്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ടൈമൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും. ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് ഈ ഗ്രാഫ് ഒരിക്കലും ഇങ്ങോട്ട് കടക്കില്ല. പക്ഷേ ഇവിടെയൊക്കെ ഗ്രാഫ് വരക്കാം. ഇവിടെ എക്സ് ആണ് നെഗറ്റീവ്, പൊസിഷൻ നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത മറ്റൊരു ഗ്രാഫ് നോക്കാം. ആണോ, ഇവിടെ ഈ ഗ്രാഫ് ഉണ്ട്. ഇവിടെ എക്സ് വാല്യൂ നെഗറ്റീവാണ്. ഈ ഗ്രാഫിൽ എല്ലായിടത്തും എക്സ് നെഗറ്റീവാണ്. ഈ വരച്ചിടത്തോളം എക്സ് മൈനസ് ആണ്. പക്ഷെ ടൈം പോസിറ്റീവാണ്. അതുകൊണ്ട് ദിസ് ഈസ് എ വാലിഡ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതിൻ്റെ ഷേപ്പ് നോക്കൂ, ഇതും പോസിറ്റീവ് വെലോസിറ്റിയാണ്. ഇതിൻ്റെ വെലോസിറ്റിയും പോസിറ്റീവാണ്. ദിസ് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി. 3 ഗ്രാഫ് കണ്ടുപോകും പോസിറ്റീവ് വെലോസിറ്റി. ഇനി ഇത് കണ്ടോ, ഇത് നെഗറ്റീവ് വെലോസിറ്റിയാണ്. ഈ ഗ്രാഫ് അങ്ങനെ ലൈൻ വരുന്നതെങ്കിൽ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് ഈ ഒരു ഓറിയന്റേഷനിൽ സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ദ സ്ലോപ്പ് ഈസ് നെഗറ്റീവ്.
വെലോസിറ്റി ഈസ് നെഗറ്റീവ്. ഈ പൊസിഷൻ ടൈം ഗ്രാഫ് നെഗറ്റീവ് വെലോസിറ്റി ഉള്ള പൊസിഷൻ ടൈം ഗ്രാഫ്, അതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്. വ്യത്യാസം മനസ്സിലാക്കുക. നേരത്തെ 3 കണ്ടു, ബാക്ക് 3 ഒന്നും കൂടി നോക്കുക. ഇത് രണ്ടും ഇതും പോസിറ്റീവ് സ്ലോപ്പ് ഉള്ളതാണ്. ഇനി വരുന്നത് ഇത് നെഗറ്റീവ് സ്ലോപ്പ് ഉള്ളതാണ്, നെഗറ്റീവ് വെലോസിറ്റി. ഇത് 3 നെഗറ്റീവ് വെലോസിറ്റി ഉണ്ടോ? ഇത് പൊസിഷനും നെഗറ്റീവ് വാല്യൂസ് ആണുള്ളത്. ടൈം ഒരിക്കൽ നെഗറ്റീവ് ആവില്ല. ഇവിടെയൊക്കെ ഗ്രാഫ് എടുക്കാം. ഇതൊക്കെ നെഗറ്റീവ് വെലോസിറ്റി. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മാറ്റം കണ്ടില്ലേ, ചെരിവിൻ്റെ മാറ്റം കണ്ടില്ലേ? അപ്പോൾ ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വെലോസിറ്റി ഉള്ള പൊസിഷൻ ടൈം ഗ്രാഫ്സ്. അല്ലെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആ ഗ്രാഫിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് വെലോസിറ്റി പോസിറ്റീവാണ്, വെലോസിറ്റി നെഗറ്റീവാണ്. അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കണ്ടാൽ അതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം ഈ കണ്ട കാഴ്ചയിൽ നിന്ന്. നിങ്ങളിപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് വരുന്ന ഗ്രാഫുകളും നെഗറ്റീവ് സ്ലോപ്പ് വരുന്ന ഗ്രാഫുകളും കണ്ടു. അപ്പോൾ ഫോർ യൂണിഫോം മോഷൻ പൊസിഷൻ ടൈം ഗ്രാഫ് ജനറലി പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. അപ്പോൾ ടൈം ആക്സിസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിന് പാരലൽ ആവരുത്. പാരലൽ ആയാൽ എന്താ പ്രശ്നം? പാരലൽ അവിടെ മോഷൻ ഇല്ല, റെസ്റ്റിലാണ് ആ ബോഡി. അപ്പോൾ മൂവ് ചെയ്യുന്ന ബോഡി ആണെങ്കിൽ, യൂണിഫോം മോഷൻ ആണെങ്കിൽ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് ദാറ്റ് സ്ട്രൈറ്റ് ലൈൻ വിൽ ബി ഇൻക്ലൈൻഡ്, ചെരിഞ്ഞിട്ടായിരിക്കും വിത്ത് ദി ടൈം ആക്സിസ്. ഈ ടൈം ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഗ്രാഫിൻ്റെ സ്ട്രൈറ്റ് ലൈൻ ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ നേച്ചർ പഠിക്കുക. അപ്പോൾ ഇനി ഏത് പൊസിഷൻ ടൈം ഗ്രാഫ്, ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഏത് പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടാലും നിങ്ങൾക്ക് ഇത്രയും കാര്യം പറയാൻ പറ്റും. സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം ആ ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ്. യൂണിഫോം മോഷൻ അല്ല, ആക്സിലറേഷനുള്ള മോഷൻ ആണെങ്കിൽ അത്തരം ഗ്രാഫിൻ്റെ ഷേപ്പ് പൊസിഷൻ ടൈം ഗ്രാഫ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ വരില്ല, ഒരു കർവായിട്ടാണ് വരിക, വളഞ്ഞ ഗ്രാഫുകളാണ് വരിക. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഗ്രാഫ് വന്നാൽ അതിൻ്റെ അർത്ഥം ആ ഗ്രാഫിൽ ആ പാർട്ടിക്കിൾ യൂണിഫോം മോഷനിലാണ്, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അതിൻ്റെ സ്ലോപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. സ്ലോപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് ഗ്രാഫിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ നിങ്ങൾ പറയാനും പറ്റും. അതാണ് ഇത്രയും ഗ്രാഫുകൾ ഞാൻ കാണിച്ചത്. ഇനി നോൺ യൂണിഫോം മോഷൻ, ഇതൊരു ഒരു കർവാണ്, ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇതിൻ്റെ സ്ലോപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ലോപ്പ് ഇവിടെയൊക്കെ കുറവാണ്, സ്ലോപ്പ് കൂടി വരിക. സ്ലോപ്പ് കൂടി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്ലോപ്പ് ഈസ് വെലോസിറ്റി കൂടി വരികയാണ് ഈ വസ്തുവിൻ്റെ. അപ്പോൾ അത് യൂണിഫോം മോഷൻ അല്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആക്സിലറേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല, എന്നാൽ നിങ്ങൾക്കറിയാലോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം. വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല എന്നർത്ഥം വരും. അതിന് അത്തരം മോഷൻസിനെ നമ്മൾ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും. ഇനി ഇത് തന്നെ ഇവിടെ നോക്കുക, ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരിക. ഇവിടെ നോക്കുക, ഇവിടെ നല്ല സ്ലോപ്പ് ഉണ്ട്, ഇവിടേക്ക് എത്തുമ്പോൾ സ്ലോപ്പ് കുറഞ്ഞു ഇവിടെ ഏകദേശം 0ന്റെ അടുത്തെത്തി സ്ലോപ്പ്. ഈ ഒരു എഡ്ജ് എടുത്ത് നോക്കിയാൽ ദിസ് ഈസ് ആൾമോസ്റ്റ് പാരലൽ ടു ദി ടൈം ആക്സിസ്. ഇവിടെ ഇൻഫിനിറ്റിൻ്റെ അടുത്തെത്തി, അടുത്തെത്തി, ഓൾമോസ്റ്റ് ദിസ് പെർപെൻഡിക്കുലർ ടു ദി ടൈം ആക്സിസ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി വളരെ ചെറിയ 0യിൽ നിന്ന് വളരെ വലിയ വാല്യൂയിലേക്ക് ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അപ്പോൾ നോൺ യൂണിഫോം മോഷൻ. ഇവിടെ വെലോസിറ്റി വലിയ വാല്യൂ ആയിരുന്നു ആദ്യം, സ്ലോപ്പ് ഭയങ്കര സ്ലോപ്പായിരുന്നു, പിന്നെ സ്ലോപ്പ് കുറഞ്ഞു. സോ വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. അഗെയിൻ വെലോസിറ്റി ഡിക്രീസ് ചെയ്താലും നമ്മൾ പറയും ദാറ്റ് ഈസ് നോട്ട് എ യൂണിഫോം മോഷൻ. ഇത് രണ്ടും യൂണിഫോം മോഷൻ അല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെ കാണും? അത്തരം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കിട്ടിയാൽ എന്ത് കിട്ടും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടും. ഈ ഒരു ഗ്രാഫിൻ്റെ ഇൻസ്റ്റന്റേനിയസ് ഇവിടുത്തെ ഈ പോയിന്റിലുള്ള ഈ വസ്തുവിൻ്റെ ഈ പോയിന്റിലുള്ള എക്സ് ഈ വാല്യൂ ആകുമ്പോൾ അല്ലെങ്കിൽ ടൈം ഈ വാല്യൂ ആകുമ്പോഴുള്ള സ്ലോപ്പ് കാണണമെങ്കിൽ വെലോസിറ്റി കാണണമെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് കാണാന്നുള്ളതാണ്. ഓക്കെ, ഏത് പോയിന്റിലാണോ നമുക്ക് വെലോസിറ്റി കാണേണ്ടത് ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചിട്ട് ആ ടാൻജന്റ് ഒക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ നോൺ യൂണിഫോം മോഷന്റെ ഗ്രാഫ് എന്നൊക്കെ സ്ലോപ്പ് കണ്ട് വെലോസിറ്റി കണക്കാക്കുക. അപ്പോൾ വെലോസിറ്റി കാണണമെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക, അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി. നോർമലി യൂണിഫോം മോഷൻ ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, സ്ലോപ്പ് ഈസി ആയിട്ട് കാണാൻ പറ്റും. നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു കർവ് ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ ഏത് പോയിന്റിലുള്ള വെലോസിറ്റി ആണോ കാണേണ്ടത്, സ്ലോപ്പ് കാണാൻ വെലോസിറ്റി കാണുക, ഏത് പോയിന്റിലുള്ള വെലോസിറ്റി ആണോ കാണേണ്ടത് ആ പോയിന്റിൽ ഈ കർവിന് ഒരു ടാൻജന്റ് വരക്കണം നിങ്ങൾ. ആ ടാൻജന്റ് വരക്കുക എന്ന് പറഞ്ഞാൽ സ്പർശരേഖ അല്ലെങ്കിൽ തൊടുവര വരക്കുക. ആ ടാൻജന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും.
ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പാണ് ആ പർട്ടിക്കുലർ പോയിന്റിൽ ആ കർവിൻ്റെ ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ്. അപ്പോൾ നോൺ യൂണിഫോം മോഷന് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് എനി ടൈം. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണണമെങ്കിൽ വെലോസിറ്റി നമുക്കറിയാം സ്ലോപ്പാണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണുന്ന ഏത് ഇൻസ്റ്റന്റിലാണോ ടൈമിൻ്റെ ഏത് ടൈമിലാണോ കാണുന്നത് ആ ടൈമിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇതിലേക്ക് വരച്ചാൽ ഈ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റിന്റെ സ്ലോപ്പ് കാണും. ദാറ്റ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി നോൺ യൂണിഫോം പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് ആയിരിക്കും അവിടുത്തെ വെലോസിറ്റി. ഓക്കെ, ഇങ്ങനെയാണ് നോൺ യൂണിഫോം മോഷന്റെ കേസിൽ സ്ലോപ്പ് വന്നത്. യൂണിഫോം മോഷന്റെ കേസിൽ പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതിന് ഒരൊറ്റ സ്ലോപ്പേ ഉള്ളൂ. എവിടുന്ന് കണ്ടാലും ഒരേപോലെയാണ്. സ്ലോപ്പ് കാണില്ല ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് x2 - x1 ഡിവൈഡഡ് ബൈ t2 - t1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് സ്ലോപ്പ് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക, t1 എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഈ ഗ്രാഫിൻ്റെ ഈ പാർട്ടിക്കിളിൻ്റെ ഈ ടൈപ്പിൽ ഒരു നോൺ യൂണിഫോം മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ടൈപ്പ് ഗ്രാഫാണ്. അതിൻ്റെ t1 എന്ന് പറയുന്ന ഈ സമയത്തുള്ള സ്ലോപ്പാണ് എനിക്ക് കാണേണ്ടത്. അല്ലെങ്കിൽ t1 എന്ന സമയത്തുള്ള ഇൻസ്റ്റൻറ്റിൽ ആ സമയത്തുള്ള വെലോസിറ്റി കാണണമെങ്കിൽ ഞാൻ t1 മാർക്ക് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഗ്രാഫിലെ പോയിന്റ് മാർക്ക് ചെയ്തു, അവിടെ ഒരു ടാൻജന്റ് വരച്ചു. ഇതാണ് ടാൻജന്റ്, സ്പർശരേഖ. ഇനി ഈ ടാൻജന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഗ്രാഫ് കാണാൻ നമുക്ക് പല വഴികളുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഏതെങ്കിലും 2 പോയിന്റ് എടുക്കാം, അവിടുത്തെ t1 t2 മാർക്ക് ചെയ്യാം, x2 x1 നോക്കാം, ആക്സിസിൽ പോയിട്ട് നോക്കിയാൽ കിട്ടുമല്ലോ. എന്നിട്ട് പഴയ പോലെ x2 - x1 t2 - t1 എഴുതാം. അല്ലെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനും എക്സിന്റെ ഡയറക്ഷനും അല്ലെങ്കിൽ ഈ ടൈം ആക്സിസിന്റെ ഡയറക്ഷനുമായിട്ടുള്ള ആംഗിൾ മെഷർ ചെയ്താൽ അതിന്റെ ടാൻ എടുത്താൽ മതി. ഇത് തീറ്റയാണെങ്കിൽ ഇതും ഈ ടൈം ആക്സിസ് തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ടാൻ തീറ്റ വിൽ ബി ദി സ്ലോപ്പ്. ടാൻ തീറ്റ കണ്ടാൽ അതാണ് സ്ലോപ്പ്. കാരണം നിങ്ങൾ ഒരു ട്രയാങ്കിളൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ x2 - x1 t2 - t1 എന്നുള്ള റിലേഷൻ ടാൻ തീറ്റ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ടാൻ തീറ്റ കണ്ടാലും സ്ലോപ്പാണ്. ടാൻ തീറ്റ അല്ലെ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ലോപ്പ് കാണുന്ന സ്ട്രെയിറ്റ് ലൈനും പോസിറ്റീവ് ടൈം ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുള്ള ആംഗിൾ. ടൈം ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുള്ള ആംഗിൾ എന്ന് പറയാൻ കാരണം ഈ സ്ട്രെയിറ്റ് ലൈനിൽ ടൈം ആക്സിസിലേക്ക് 2 ആംഗിൾ മാർക്ക് ചെയ്യാം. ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം, പ്രൊട്രാക്ടർ ഉപയോഗിച്ച്. മറ്റൊന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. പോസിറ്റീവ് ടൈം ആക്സിസുമായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയാണ് സ്ലോപ്പ് കാണുക. അതിന്റെ ടാൻ തീറ്റ എടുത്ത സ്ലോപ്പാണ്. ഇത് ഏതിനും ബാധകമാണ്. നേരത്തെ നമ്മൾ പഠിച്ച സ്ട്രെയിറ്റ് ലൈനിലൊക്കെ അത് അപ്ലൈ ചെയ്യാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇങ്ങനെയാണ് ജിയോമെട്രിക്കൽ മെത്തേഡിൽ നമ്മൾ മോഷൻ പഠിക്കുക. പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാൻ കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ വ്യത്യസ്ത സമയങ്ങളിലുള്ള പൊസിഷൻസ് അറിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് എക്സും ടിയും വാല്യൂസ് t1 t2 t3 ഉള്ള ഓരോ സമയത്തുള്ള എക്സിന്റെ വാല്യൂസ് പൊസിഷന്റെ വാല്യൂസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ടാബുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിട്ട് ഒരു ആക്സിസ് വരക്കുക. അതിൽ എക്സിന്റെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിസ് വരക്കുക. അതിൽ ടൈമിന്റെ വാല്യൂസ് ഇങ്ങനെ ടൈം ഇന്റർവെൽസ് കൊടുക്കുക. ടൈം ഇന്റർവെൽസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 2 4 6 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെക്കൻഡ്സിൽ എന്നിട്ട് നമ്മൾ പറഞ്ഞ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ആ സമയത്തുള്ള എക്സിന്റെ വാല്യൂ എത്രയാണോ അത് വെച്ചിട്ട് കറക്റ്റ് പോയിന്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. പിന്നെ അതിന്റെ വെലോസിറ്റി അവിടെ കാണണമെങ്കിൽ സ്ലോപ്പ് കണ്ടാൽ മതി. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി എപ്പോഴും ഒരേപോലെയാണ്, യൂണിഫോം മോഷനാണ്. കർവുള്ള ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ നോൺ യൂണിഫോം മോഷനാണ് ആ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലോപ്പ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പോയിന്റിലാണോ സ്ലോപ്പ് കാണേണ്ടത് അവിടെ ഒരു ടാൻജന്റ് വരക്കണം. ടാൻജന്റ് പറഞ്ഞാൽ തൊടുവര. ആ ടാൻജന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടെത്തും. ഇതാണ് മെത്തേഡ്, ജിയോമെട്രിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ വിൽ ഗിവ് ദി വെലോസിറ്റി അറ്റ് t. ഈ കേസിൽ നോക്കുക, സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ് വിത്ത് t, സോ v ഈസ് ഇൻക്രീസിങ്. കാണാം, ഈ സ്ലോപ്പ് നമ്മൾ ഇവിടെയാണ് കാണുന്നതെങ്കിൽ ഈ ലൈനിന്റെ അത്ര ചെരിവുണ്ടാവില്ല. ഇവിടെയാണെങ്കിൽ ഈ ലൈനിനെക്കാളും ചെരിഞ്ഞിട്ടായിരിക്കും. എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ടൈം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ വളരെ ലാർജ് ആയിരിക്കും. ഇവിടെയാണ് ടാൻജന്റ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇതിനേക്കാളും കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ടൈം മുന്നോട്ട് പോകും തോറും ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കൂടി വരുന്നു. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസിങ് ആണ്. ഈ ഗ്രാഫ് നോക്കുക, സ്ലോപ്പ് ഈസ് ഡിക്രീസിങ്. ഇവിടെ നമ്മളൊരു ടാൻജന്റ് വരച്ചാൽ ഇങ്ങനെയാണല്ലോ വരിക, ഇങ്ങനെയായിരിക്കും. ഇവിടെ വരച്ചാൽ അത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകും തോറും ടാൻജന്റിന്റെ സ്ലോപ്പ് കുറഞ്ഞാണ് വരിക. ടൈം ആക്സിസുമായിട്ട് ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിള് കുറഞ്ഞു വരും. അപ്പോൾ ഇതിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബോഡി വിച്ച് ഈസ് മൂവിങ് ഹൂസ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് ടൈം. ഇതാണെങ്കിലോ ഇൻക്രീസിങ് വിത്ത് ടൈം. സോ ദിസ് ഈസ് ദി സ്ലോപ്പ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ നോൺ യൂണിഫോം മോഷൻ.
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നോൺ യൂണിഫോം മോഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത്രയുമാണ് ഗ്രാഫുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി പഠിപ്പിക്കാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ മാത്തമാറ്റിക്സ് ആണ്. അത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററും ഇതിൻ്റെ അവിടെ അങ്ങോട്ടുള്ള മറ്റ് ഫിസിക്സിൻ്റെ മറ്റ് ചാപ്റ്റേഴ്സും ഒക്കെ മനസ്സിലാകാൻ ആവശ്യമായ മാത്തമാറ്റിക്സ് ആണ്. പരീക്ഷയ്ക്ക് ആ മാത്സ് അതുപോലെ ചോദിക്കും. പക്ഷെ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഫിസിക്സ് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ള അതിന് വേണ്ട ഒരു ബേസിക് മാത്തമാറ്റിക്സിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി വീണ്ടും ഷെയറിംഗ് മോഡിലേക്ക് പോവാണ്. സ്ക്രീൻ ഷെയറിംഗ് മോഡിലെത്തിയാൽ നിങ്ങളെ റിക്വസ്റ്റ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിനായിട്ട് പുറത്ത് വരണം, അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ സമയത്ത് 7:35 ആയി. കറക്റ്റ് ടൈമിൽ തന്നെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. നമുക്ക് കുറച്ച് മാത്സ് പഠിക്കാം. ഓക്കെ, ഫിസിക്സിന് വേണ്ട ബേസിക് മാത്സ് ഫുള്ളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ കുറച്ച് ലാംഗ്വേജ് ഒക്കെ ഇതിൽ വരും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫംഗ്ഷൻ എന്നുള്ള പദം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഇതിനകം തന്നെ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വെൻ വി സേ y or f of x is a function of x, മാത്തമാറ്റിക്സ് ആണ് പറയുന്നത്, ഫിസിക്സിലേക്ക് ഇതിപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു f of x is a function of x അല്ലെങ്കിൽ y is a function of x എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയും x is a function of t. ഇപ്പോൾ നമ്മൾ പൊസിഷൻ ടൈം റിലേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് x പൊസിഷൻ which is a function of time എന്ന് പറഞ്ഞാൽ the value of f of x or y is determined by the value of x through some relation. ഏതെങ്കിലും ഒരു ഇക്വേഷൻ വഴി x-ന്റെ ഫംഗ്ഷൻ ആണ് y എന്ന് പറഞ്ഞാൽ y-യുടെ വാല്യൂ തീരുമാനിക്കുന്നത് ആരാണ്? x-ന്റെ വാല്യൂ ആണ്. ത്രൂ സം ഇക്വേഷൻ, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷനെ ആണ് ശരിക്കും ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ y x-ന്റെ ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം y-യുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് x-ന്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ്. യു ഗിവ് ദി വാല്യൂ ഓഫ് x, then the function, the function will say give you the value of f of x അല്ലെങ്കിൽ വാല്യൂ ഓഫ് y. അപ്പം അങ്ങനെ y-നെയും x-നെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ x-ഉം t-യുമാണ് നമ്മൾ ഫിസിക്സിൽ നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ബന്ധിപ്പിക്കുക. അപ്പോൾ x ഈസ് എ ഫംഗ്ഷൻ ഓഫ് t എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചാണ് x-ന്റെ വാല്യൂ, പൊസിഷൻ്റെ വാല്യൂ മാറുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം തന്റെ വാല്യൂസ് പറഞ്ഞാൽ ഇഫ് ഐ നോ ദി ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എനിക്ക് അറിയാമെങ്കിൽ ഐ വിൽ ഗിവ് യു ദി വാല്യൂ ഓഫ് പൊസിഷൻ. ഇതാണ് ഈ ഫംഗ്ഷൻ ഓഫ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓർ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്നൊക്കെ മാത്തമാറ്റിക്സിൽ പറയുമ്പോൾ അതിൻ്റെ ഫിസിക്സിലെ ഭാഷയാണ്. പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ടൈം. മാത്സിൽ പറഞ്ഞാൽ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് പറയും. അതിൻ്റെ ഫിസിക്സ് ഇത്രയുമാണ്. ടൈം മാറുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ പൊസിഷൻ മാറുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ബന്ധം ആദ്യം മനസ്സിലാക്കണം. ഇതാണ് ഫംഗ്ഷൻ എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണങ്ങളാണ്. y = 3x + 2. അപ്പോൾ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ മാറ്റിയാൽ y മാറും. x 0 ആണെങ്കിൽ y 2 ആണ്, x 1 ആണെങ്കിൽ y 5 ആണ്. അങ്ങനെ x മാറുന്നതിനനുസരിച്ച് y മാറും. വേറൊരു ഫംഗ്ഷനാണ് x³ - 5 + x or any other such equation is a function. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണേ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കാണൂല, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ കാണൂല, വോയിസ് ആയിട്ട് തന്നെ പറയണം. മടിയൊന്നും വേണ്ട, എന്തെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ.
Okay. In physics, relation between various physical quantities can be expressed using such functions. നമ്മൾ പഠിച്ചു. ഫിസിക്സിൽ ഇത്തരം റിലേഷൻസ് നമുക്ക് ഒരു രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധം ഒരു ഇക്വേഷനായിട്ട് എപ്പോഴും എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ ഫിസിക്സിൽ എപ്പോഴും ഇത്തരം ഫങ്ഷൻസ് നമ്മൾ ആവശ്യമായിട്ട് വരും. ബിക്കോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ റിലേറ്റഡ് യൂസിങ് ത്രൂ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയും മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് ന്യൂട്ടന്റെ നിയമം പഠിച്ചപ്പോൾ നിങ്ങൾ F is equal to ma എന്ന് പഠിച്ചു. അപ്പോൾ ഫോഴ്സ് F എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ആക്സിലറേഷൻ a ആൻഡ് മാസ് m. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ F is a function of acceleration എന്ന് പറയാം. മാസ് നോർമലി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ F is a function of mass എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മാസ് ഒരു ബോഡിയുടെ മാസ് കോൺസ്റ്റന്റ് ആണ്, മാറില്ല. അതുകൊണ്ട് നമ്മൾ പറയും F varies with acceleration. നിങ്ങൾ ആക്സിലറേഷൻ മാറ്റിയാൽ F മാറുന്ന, അല്ലെങ്കിൽ F മാറ്റിയാൽ ആക്സിലറേഷൻ മാറും. മോർ കറക്റ്റ് ഫിസിക്സിൽ എപ്പോഴും ആവശ്യമുള്ള പഠിക്കുന്ന രീതി A equal to F/m എന്നുള്ള രീതിയാണ്. ഓക്കെ, എന്തായാലും ഫിസിക്സിൽ നമ്മൾ ഇത്തരം റിലേഷൻസ് എപ്പോഴും പഠിക്കും. ഫോർ എക്സാമ്പിൾ, വൈൽ സ്റ്റഡിയിങ് മോഷൻ, പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ വിൽ ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ പൊസിഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഫംഗ്ഷൻ ഓഫ് ടൈം. നമ്മൾ മോഷനാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മൂവിങ് ബോഡിയുടെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നു. അപ്പം മൂവിങ് ബോഡിയുടെ പൊസിഷനെ നമുക്ക് ഒരു ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എക്സിനെ ടി വരുന്ന ഒരു ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം, ലെറ്റ് ദി പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഈ ബ്രാക്കറ്റിൽ ഇങ്ങനെ ടി ഇട്ടാൽ ഇതിൻ്റെ അർത്ഥം എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്നാണ്. ഇനി നമ്മളിങ്ങനെ ടി ഇടാതെ എക്സ് ഈസ് ഈക്വൽ ടു 2t² - 4t + 3 എന്ന് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം അപ്പോഴും മനസ്സിലാണ്, കാരണം ഇവിടെ ടി വരുന്നത് കൊണ്ട് എക്സ് ടിയുടെ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും കൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നതാണ്, ഒന്നും കൂടി വ്യക്തമാക്കാനാണ് ഈ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇത് എക്സ് ഗുണം ടി എന്നൊന്നുമല്ല, എക്സ് ഓഫ് ടി എന്നാണ് ഇത് വായിക്കേണ്ടത്. ഇങ്ങനെ എഴുതിയാൽ LHS ഇങ്ങനെ എഴുതിയിട്ട് ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്നാണ്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ റൂൾ അതെന്താണ്, എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? 2t² - 4t + 3. അപ്പോൾ എക്സ് ഫംഗ്ഷനാണ്, ടിയുടെ ഫംഗ്ഷനാണെന്ന് മനസ്സിലായി. ഇനി ദിസ് ഫംഗ്ഷൻ ഗീവ്സ് ദി പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി. ആ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണിത്. അപ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ ഏത് സമയത്തുള്ള പൊസിഷൻ, ഒരു ഗിവൺ ടൈമിലുള്ള പൊസിഷൻ കാണണമെങ്കിൽ ഈ ഇക്വേഷനിൽ ടിക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഉദാഹരണത്തിന് t = 0 എന്ന് പറയുന്ന സെക്കൻഡ്, മോഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് t = 0, ആ സമയത്ത് ഇതിൻ്റെ പൊസിഷൻ എത്രയായിരുന്നു, എവിടെയായിരുന്നു? 0 എന്ന് കൊടുക്കുക. ടൈമിന് 0 എന്ന് കൊടുത്താൽ, ടിക്ക് 0 എന്ന് കൊടുത്താൽ ഇതിൻ്റെ വാല്യൂ, ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 2 × 0 - 4 × 0 + 3 എന്നാണ് വരിക. അപ്പോൾ +3 എന്ന് കിട്ടും. സോ ഇനീഷ്യലി ജസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദി മോഷൻ the particle was at x is equal to +3 meter. ഇനി ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴോ ഈ പാർട്ടിക്കിൾ എവിടെയാണെന്ന് ഇത് കിട്ടും? ടിക്ക് എന്ത് കൊടുക്കണം? ഒരു സെക്കൻഡ് കൊടുക്കണം. അപ്പോൾ ഒരു സെക്കൻഡ് ടിക്ക് കൊടുത്താൽ ടിക്ക് 1 എന്ന് കൊടുക്കണം. അപ്പോൾ t2 × t 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ 2 × 1 - 4 × 1. അപ്പോൾ 2 × 1 എന്ന് പറയുമ്പോൾ 2 - 4 × 1 എന്ന് പറയുമ്പോൾ 4. 2 - 4 എന്ന് പറയുമ്പോൾ -2 + 3 -2 + 3 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി +1. സോ ടിക്ക് 1 എന്ന് കൊടുത്താൽ ഇതിൻ്റെ ആൻസർ +1 എന്ന് കിട്ടും. അപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് എവിടെ എത്തി? 1 മീറ്ററിലെത്തി. 3 മീറ്ററിന് 1 മീറ്ററിലെത്തി, +1 മീറ്ററിലെത്തി. ഓക്കെ, ഇങ്ങനെ ഓരോ സമയത്തും ഉള്ള പൊസിഷൻ, വസ്തു എവിടെയാണ്, ഈ പാർട്ടിക്കിൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു റിലേഷനാണ് ഈ കാണുന്ന, ഒരു ഫംഗ്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഐഡിയ. ഫിസിക്സിൽ നമ്മൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾക്ക് പല രീതിയിലുള്ള ഇക്വേഷൻസ് കടന്നു വരും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ y, ഇതുവരെ നേരത്തെ നമ്മൾ ടീൻ്റെ ടേമിലാണ് x is equal to a t². ഇനി നമ്മൾ y-ൻ്റെയും x-ൻ്റെയും ടേമിലാണ് ജനറൽ ആയിട്ട് മാത്സിൽ ഇക്വേഷൻസ് എപ്പോഴും എഴുതുക. അപ്പോൾ y is a function of x എന്നുള്ള രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആ ഫംഗ്ഷൻ എന്താണ്? ax² + bx +c. ഇവിടെ എയും ബിയും സിയും കോൺസ്റ്റൻസ് ആയിട്ടാണ് അസ്യൂം ചെയ്തത്. കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആണ്. a മേ ബി 5, 3, 2.5, 1.7, √6, അങ്ങനെ എന്തും ആവാം. എയും ബിയും സിയും ഒക്കെ കോൺസ്റ്റൻസ് ആണ്. എക്സ് ആണ് ഇങ്ങനെ മാറുന്ന ആൾ. എക്സിൻ്റെ വാല്യൂ മാറുമ്പോഴാണ് y മാറുന്നത്. എ ബി സി ആർ കോൺസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ തന്നാൽ ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അതിൽ എക്സിൻ്റെ മാക്സിമം ഏറ്റവും വലിയ പവർ വരുന്നത് 2 ആയിരിക്കും. എക്സിൻ്റെ വലിയ പവർ 2 ആയിരിക്കും.
ഇനി ടൈമിലെ ഇക്വേഷൻ ടിയിലാണ് ഇക്വേഷൻ എഴുതുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ. ഇപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയല്ലോ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു ടി 2t സ്ക്വയർ മൈനസ് 4t പ്ലസ് 3. ഇതും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. കാരണം ഇവിടെ ഈ ഭാഗത്ത് വരുന്ന വേരിയബിൾ എക്സ് അല്ല ടി ആണ്, ഇവിടെയാണ് എക്സ് വരുന്നത്. അപ്പോൾ ടിയിലാണ് ഈ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്. ടിന്റെ ഏറ്റവും വലിയ പവർ ഇവിടെ 2 ആണ്. അപ്പോൾ ഏറ്റവും വലിയ വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ, ഫംഗ്ഷൻ എഴുതിയ വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ, ഹയസ്റ്റ് പവർ 2 ആണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഇക്വേഷൻ ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒരു പേരുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ax² + bx + c എന്ന് പറയുന്ന ഇസ് ഈക്വൽ ടു 0 എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ, അതിന്റെ റൂട്ട് കാണാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. -b ± √b² - 4ac / 2a എന്നുള്ള ഇക്വേഷനൊക്കെ ഹൈസ്കൂൾ ക്ലാസ്സിൽ എവിടെയൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ, ഫിസിക്സിൽ ഇത്തരം ഇക്വേഷൻസ് എപ്പോഴും വരുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പൊസിഷനും പാർട്ടിക്കിളിന്റെ പൊസിഷനും ടൈമും തമ്മിലുള്ള ബന്ധം ഒരു ഇക്വേഷനായിട്ട് എഴുതും. അപ്പോൾ അത് ചിലപ്പോൾ ടൈമിന്റെ സ്ക്വയർ t² വരുന്ന ഇക്വേഷൻ ആയിരിക്കും. ഹയസ്റ്റ് പവർ ഓഫ് ടൈം t² ആണ് എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇവിടെ വൈയിലും എക്സിലും y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സിന്റെ ടേമിലാണ് ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ 2 ആണ്. അതുകൊണ്ട് ദിസ് ഈസ് കാൾഡ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ നോക്കൂ 3x³ - bx + 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എക്സിന്റെ ഹയസ്റ്റ് പവർ 3 ആണ്. അപ്പോൾ നമ്മൾ പറയും ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നേരത്തെ സെക്കൻഡ് ഡിഗ്രി ആയിരുന്നു, ഇപ്പോൾ തേർഡ് ഡിഗ്രി ആണ്. ഇത് ടൈമിൽ ഇക്വേഷൻ എഴുതിയാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എഴുതുകയാണ് x ഇസ് ഈക്വൽ ടു 3t³ - bt + 4 എന്നൊക്കെ എഴുതിയാൽ അവിടെ t³ ആണ് ഹയസ്റ്റ് പവർ വന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ തേർഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ t. ദിസ് ഈസ് എ തേർഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ x. ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ x. ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ഇക്വേഷൻ കണ്ടാൽ അത് ഫസ്റ്റ് ഡിഗ്രി ആണോ, സെക്കൻഡ് ഡിഗ്രി ആണോ, തേർഡ് ഡിഗ്രി ആണോ എന്നൊക്കെ പറയണം. ഇത് കണ്ടോ, ഇത് അനദർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇവിടെ t² വന്നിട്ടുണ്ട്, ഹയസ്റ്റ് പവർ t² ആണ്. ടി വേണമെന്നൊന്നുമില്ല, ടി ഉണ്ടാവാതിരിക്കുക, അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ t² വരണം, അപ്പോൾ അതിന് സെക്കൻഡ് ഡിഗ്രി. t³ ആണ് ഹയസ്റ്റ് പവർ എങ്കിൽ അതിന് തേർഡ് ഡിഗ്രി. അല്ലെങ്കിൽ x² ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി. x³ ആണ് ഹയസ്റ്റ് പവർ ആ ഇക്വേഷനിൽ വരുന്നത്, എക്സിന്റെ ഹയസ്റ്റ് പവർ x³ ആണെങ്കിൽ തേർഡ് ഡിഗ്രി. ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണ് അത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഇവിടെ ഹയസ്റ്റ് പവർ t ആണ്. t എന്ന് പറഞ്ഞാൽ t⁻1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ x is equal to t plus 5 is a first degree equation. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് ഡിഗ്രി ആണോ, സെക്കൻഡ് ഡിഗ്രി ആണോ, തേർഡ് ഡിഗ്രി ആണോ? ഇത് 0 ഡിഗ്രിയാണ്. കാരണം ഇവിടെ എന്താണ് t⁻0 എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇതിന് എനിക്ക് x is equal to 5 t⁻0 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് എ 0 ഡിഗ്രി ഇക്വേഷൻ. ടിന്റെ ഹയസ്റ്റ് പവർ 0 ആണ്. t⁻0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ 5 t⁻0 എന്ന് എഴുതാം. അത് 0th ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, തേർഡ് ഡിഗ്രി, ഞങ്ങളുടെ പോയാൽ ഫോർത്ത് ഡിഗ്രി ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഡീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഒരു ഇക്വേഷൻ കണ്ടാൽ അത് ടീന്റെ ടേമിൽ എഴുതിയ ഇക്വേഷൻ ആവട്ടെ, എക്സിൽ എഴുതിയ ഇക്വേഷൻ ആവട്ടെ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്താണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണ്, തേർഡ് ഡിഗ്രി എന്താണ്, 0 ഡിഗ്രി ഒക്കെ നോക്കുക, മനസ്സിലാക്കുക. അത് സെക്കൻഡ് ഡിഗ്രിനെ മാത്രമാണ് നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് മാത്സ് ആണ്, നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കണം. സമയത്ത് ഒന്ന് പഠിക്കണം. ഇത് ഇനിയൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് ഇങ്ങനെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് ഇങ്ങനെ എന്നാ ഞാൻ പറയാം. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ മനസ്സിലാക്കി തരുന്നത്. ഇനി നോക്കുക, അടുത്ത കൺസെപ്റ്റ് വന്നു. ഗ്രാഫ് ഓഫ് എനി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇക്വേഷൻസിനൊക്കെ, ഈ റിലേഷൻഷിപ്പിനെയൊക്കെ നേരത്തെ നമ്മൾ പൊസിഷൻ ടൈം ഇക്വേഷൻ എഴുതി, അതിന് മുൻപ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫുകൾ പഠിച്ചു, പല ഗ്രാഫ്. ജനറലി ഏതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനെയും ഒരു ഫംഗ്ഷനെയും, ഫോർ എനി ഫംഗ്ഷനും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്യാം. എന്ത് ചെയ്യണം? ഫംഗ്ഷനിൽ 2 വേരിയബിൾ ഉണ്ടാവും. ഒന്ന് y ആണെങ്കിൽ അപ്പുറത്ത് x ഉണ്ടാവും, അല്ലെങ്കിൽ x-ഉം t-യും തമ്മിലാകാം. ആ 2 വേരിയബിളിനെയും 2 ആക്സിസിൽ എടുത്തിട്ട് വാല്യൂസ് മാർക്ക് ചെയ്ത് ഗ്രാഫ് വരക്കാം. ഗ്രാഫ് മുമ്പ് നിങ്ങൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഗ്രാഫ് വരക്കണമെങ്കിൽ എനിക്ക് വൈൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂസ് ഇങ്ങനെ കൊടുക്കണം. x 0 1 2 3 4 ഇങ്ങനെ കൊടുക്കുക. ആ 0 1 2 3 4 ആകുമ്പോൾ y എത്രയാണ് കിട്ടുന്നത് നോക്കുക. ആ വൈൻ്റെ വാല്യൂസും 2 കള്ളിയായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഞാനൊരു ഗ്രാഫ് പേപ്പറിൽ ഒരു ആക്സിസ്, 2 പെർപെൻഡിക്കുലർ ആക്സിസ്, ഒന്ന് ഈ ഡയറക്ഷനിലും ഒന്ന് ഈ ഡയറക്ഷനിലും വരയ്ക്കുക. ഇതിനെ y എന്ന് കൊടുക്കും, ഈ ഡയറക്ഷനിൽ ഇനി x ആക്സിസ് എന്ന് വിളിക്കും. ഇതിനെ ഞാനൊരു കൺവീനിയൻറ്റ് സ്കെയിലിൽ ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1 2 3 4 5. ഇപ്പുറത്ത്
ഞാൻ 1 2 3 4 5 എടുക്കാം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു സ്കെയിൽ, ഒരേ യൂണിഫോം സ്കെയിൽ ആയിരിക്കണം എല്ലാവർക്കും. 2 4 അല്ലെങ്കിൽ 5 10 15 അങ്ങനെയൊക്കെ സ്കെയിൽ എടുക്കും. ആ ഗ്രാഫ് ഇതിൽ കൊള്ളണം, അതിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടൊരു സ്കെയിൽ നമ്മൾ എടുക്കും. എന്നിട്ട് ഈ 1 എന്ന് പറയുന്ന എക്സിന്റെ വാല്യൂവിൽ ഇതിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വൈക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. അത് ഈ ആക്സിസിൽ എവിടെ വരുന്നത്, അതിൻ്റെ നേരെ ഇവിടുന്നും ലൈൻസ് വരച്ച് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ ആ പോയിന്റ് മാർക്ക് ചെയ്യും. അടുത്തത് എക്സിന്റെ അടുത്ത വാല്യൂവിൽ ഇതേപോലെ ചെയ്യും. അങ്ങനെയുള്ള പോയിന്റ്സ് ഇങ്ങനെ കിട്ടും. ആ പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ചാൽ ഗ്രാഫാണ്. ഇങ്ങനെയാണ് ഗ്രാഫ് വർക്ക്. അപ്പോൾ എനി ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് യൂസിങ് എ ഗ്രാഫ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്രാഫ് വരച്ച് നോക്കാതെ തന്നെ ഇത്തരം ഇക്വേഷൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇപ്പോൾ ഫിസിക്സിലൊക്കെ മോഷന്റെ ചാപ്റ്ററിലൊക്കെ ഇത്തരം ഇക്വേഷൻസ് നിങ്ങൾക്ക് തരും. അങ്ങനെ തന്നാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്. അത് എപ്പോഴും ആവശ്യം വരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പൊസിഷൻ ടൈം റിലേഷൻ ഈ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനായിട്ട് ആണ് തരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. നമ്മൾ നേരത്തെ പഠിച്ചാണ്, ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ ഈസ് സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇൻക്ലൈൻഡ് ടു ദി ആക്സിസ്. എക്സ് ആണ് ഏതാണോ അവിടെ എടുക്കുന്ന വേരിയബിൾ, ടി ആണെങ്കിൽ ടൈം ആക്സിസിൽ, എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ആക്സിസിൽ ഇൻക്ലൈൻഡ് ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. 0 ഡിഗ്രി ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി ആക്സിസ്. എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത് എക്സും ടിയും തമ്മിലാണ് ഈ ഗ്രാഫ് വരക്കുന്നതെങ്കിൽ ടൈം ആക്സിസിന് പാരലൽ ആയിട്ട് എക്സിന്റെ വാല്യൂ 5 ആകുന്ന ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. 0th ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഏതാണോ y ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നൊക്കെ എഴുതുന്ന 5 എന്നോ 3 എന്നോ k എന്നൊക്കെ, അത്തരം ഇക്വേഷൻസിന്റെ ഗ്രാഫ് ആ ആക്സിസിന്, ടൈം ആക്സിസിന് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസ് ഏതാണോ അതിന് പാരലൽ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ തന്നെ. പക്ഷേ ജനറൽ ആയിട്ട് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ്. ഇവിടെ ടി ആണ് എടുത്തത് ടൈം ആക്സിസ്. y ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ദി എക്സ് ആക്സിസ്. അങ്ങനെ ഏത് ആക്സിസ് ആണോ അവിടെ, ഏത് വേരിയബിൾ ആണോ അവിടെ വരുന്നത്, അത് മാർക്ക് ചെയ്ത ആക്സിസ് ഏതാണോ ആ ആക്സിസിന് ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇൻ ജനറൽ ദ ഗ്രാഫ് ഓഫ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മോഷൻ പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഇക്വേഷൻസ് ഒക്കെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസോ ആയിരിക്കും. അതിലപ്പുറത്തേക്ക് അപൂർവമായിട്ടേ വരുള്ളൂ, ചില പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ തന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം. അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോം എങ്ങനെ വരിക, നമ്മൾ ടിയിലാണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ആണ് ജനറൽ ഫോം. എക്സ് ഇവിടെ എയും ബിയും കോൺസ്റ്റന്റ് ആണ്. എക്കും ബിക്കും ഇനി വാല്യൂ ആകാം. എക്ക് 0 ആയാൽ പിന്നെ ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അല്ല. എ 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നാണ്. അപ്പോൾ എ 0 ആവരുത്. എ 0 ആയ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അല്ല, 0 ഡിഗ്രി ഇക്വേഷൻ ആയി. അത് മനസ്സിലാക്കുക. എയുടെയും ബിയുടെയും വാല്യൂ ഏതുമാവാം. ടി മാറുന്നതിനനുസരിച്ച് എക്സ് ഇങ്ങനെ മാറും. ദിസ് ഈസ് ദി മോസ്റ്റ് ജനറൽ ഫോം ഓഫ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ആ ഫോം ഓർത്തിരിക്കുക, എക്സ് ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി. ഇനി നിങ്ങൾക്ക് മോഷനൊക്കെ പഠിക്കുമ്പോൾ ഇത്തരം ടൈം വരുന്ന ഇക്വേഷൻസ് ഒക്കെ വരും. അപ്പോൾ അത് ഫസ്റ്റ് ഡിഗ്രി ആണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താ, അതിൽ ടി വരെ ഉള്ളൂ, ടി സ്ക്വയർ വന്നിട്ടോ അല്ലെങ്കിൽ അതിന് മേലെ എഴുതി വന്നിട്ടോ ഇല്ല. ടീൻ്റെ ടേം മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ടീൻ്റെ താഴേക്കുള്ള കോൺസ്റ്റന്റ് ടേംസും വരാം. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ഡിഗ്രിയാണ്. അതിന് ഈ ഫോമുമായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ബി ക്യാൻ ബി 0. ബി 0 ആവുന്നതിനൊരു കുഴപ്പമില്ല. എക്സ് ഇസ് ഈക്വൽ ടു എ ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. എക്സ് ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി മോസ്റ്റ് ജനറൽ ഫോം. ഓക്കെ, അതേപോലെ മറ്റൊരു വൈയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫോമാണ് y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. രണ്ടും എഴുതാം. ഇതിപ്പോൾ എക്സും ടിയും വെച്ചിട്ട് എഴുതി, ഇത് എക്സും വൈയും വെച്ചിട്ട് എഴുതി. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ തന്നാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി എന്നുള്ള ഫോമിൽ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഫോം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നറിയാലോ. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ് നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണേണ്ടി വരും ചിലപ്പോൾ. ഉദാഹരണത്തിന് പൊസിഷൻ ടൈം ഗ്രാഫ് ഇക്വേഷനാണ്, പൊസിഷനും ടൈമും തമ്മിലുള്ള ഇക്വേഷനാണ് ഈ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനായിട്ട് തന്നെന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ദി പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി.
അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും അതിൻ്റെ വെലോസിറ്റി എത്രയാണ്. ആ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണെന്ന് അറിയാം, നിങ്ങൾക്കറിയാം. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റിയാണ്. ഇവിടെ ഇക്വേഷൻ ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിൽ ടി സ്ക്വയർ ഇല്ല, ടി മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല ഗ്രാഫ് ഓഫ് എനി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഈ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി. ആ സ്ലോപ്പ് എങ്ങനെ കാണും? ഇത് ഗ്രാഫൊക്കെ വരച്ച് കാണണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫോം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഇൻ ദിസ് കേസ് ഇവിടെ എഴുതിയിട്ടുണ്ടോ, ഇൻ ദിസ് കേസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ടി. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ടി, കോഎഫിഷ്യന്റ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടീൻ്റെ കൂടെ ഉള്ള ആൾ എ. ഇവിടെ എ ആണ് ടീൻ്റെ കോഎഫിഷ്യന്റ്. ഈ ഇക്വേഷനിൽ 3 എന്ന് പറഞ്ഞാൽ ടി, ഇവിടെ ഈ ഇക്വേഷൻ നോക്കുക, ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് 3. ഇവിടെ എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ആണ് 3. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ബി എന്നാണ്. ഇതിൽ ടിയുടെ കോഎഫിഷ്യന്റ് 1 ആണ് ഇക്വേഷനിൽ. അപ്പൊ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കുന്ന ആള്. ഇത് കോൺസ്റ്റന്റ് ടേം ആണ്. ഇവിടെ ടിയുടെ കോഎഫിഷ്യന്റ് 1, ഇവിടെ ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് 3 എന്നതുപോലെ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ ടിയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ്. അപ്പോൾ ഇത്തരം ഒരു ഇക്വേഷൻ കണ്ടാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി എന്ന ഫോമിൽ ഒരു ഇക്വേഷൻ നിങ്ങൾ എവിടെ കണ്ടാലും ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ ടൈം ആക്സ് അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ആളുടെ കൂടെ ഇരിക്കുന്ന നമ്പർ എത്രയാന്ന് നോക്കിയാൽ മതി. ഈ എന്റെ സ്ഥാനത്തിരിക്കുന്ന നമ്പർ അത് എ ആണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് എ മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദി വെലോസിറ്റി. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ഈ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു -3t എന്നാണെങ്കിൽ അപ്പോൾ എന്റെ സ്ഥാനത്ത് -3 വന്നു, ബിയുടെ സ്ഥാനത്ത് 0 വന്നു. ഓർക്കുക എക്സ് ഇസ് ഈക്വൽ ടു -3t. അങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് പറയണം ദിസ് ഈസ് ദി പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി ഈസ് ഗിവൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു -3t. ഒന്നും നോക്കാനില്ല, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ബോഡി യൂണിഫോം മോഷൻ ആണെന്ന് മനസ്സിലാക്കാം. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി എന്ന് മനസ്സിലാക്കാം. ആ സ്ലോപ്പ് കാണണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ ടി എന്ന് പറയുന്ന ആളുടെ കൂടെ ഇരിക്കുന്ന നമ്പർ എത്രയാന്ന് നോക്കണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -3t എന്നാണ്. അതുകൊണ്ട് അവിടെ സ്ലോപ്പ് വരെ -3 ആണ്. സോ യു ക്യാൻ അത് നോക്കിയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് -3 മീറ്റർ പെർ സെക്കൻഡ്. അല്ലെങ്കിൽ എക്സും ടിയും മീറ്ററിലും സെക്കൻഡിലും ആണെങ്കിൽ എക്സ് സ്ലോപ്പ് ഈസ് അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് -3 മീറ്റർ പെർ സെക്കൻഡ്. എക്സ് സെന്റിമീറ്ററിലും ടി സെക്കൻഡിലും ആണെങ്കിൽ ഇറ്റ് ഈസ് -3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ എഴുതാൻ പറ്റും. അതാണ് ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ പഠിച്ചു വെച്ചാലുള്ള സൗകര്യം. പിന്നെ ഇനി ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണെന്ന് മനസ്സിലായി. ശ്രദ്ധിക്കുക, ഒരിക്കൽ കൂടി പറയാം. എക്സ് ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി എന്നുള്ള ഫോമിൽ ഒരു ഇക്വേഷൻ തന്നാൽ ദാറ്റ് ഈസ് എ ജനറലി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിന്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എ ആയിരിക്കും. ഇനി എന്താണ് ബി എന്നും കൂടി നോക്കാം. ബി എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് അറ്റ് വിച്ച് ദി ലൈൻ മീറ്റ്സ് ദി ആക്സിസ് റെപ്രസെന്റിങ് ദി എൽ എച്ച് എസ്. പറഞ്ഞാൽ ഇവിടെ എൽ എച്ച് എസ് എക്സ് ആണ്, പൊസിഷനാണ്. അപ്പോൾ പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആക്സിസിൽ ഈ ഗ്രാഫ് മീറ്റ് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ബി. ബി നിങ്ങൾക്ക് അത്ര പ്രശ്നമില്ല, ബി ഞാൻ ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഓർത്തിരിക്കണം, ടി എന്ന് പറയുന്ന ആളുടെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ ടിയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും സ്ലോപ്പ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ദാറ്റ് വിൽ ബി ദി വെലോസിറ്റി. ഇതൊരു പൊസിഷൻ ടൈം റിലേഷൻ ആണെങ്കിൽ ഇത് വെലോസിറ്റിയാണ്. മാത്സിൽ പറയുമ്പോൾ ഇൻ ജനറൽ ഇഫ് y equal to ax plus b is the equation of a straight line and the slope of the straight line is a. നിങ്ങളിത് മാത്സിൽ പഠിക്കുമ്പോൾ y equal to mx plus c എന്നുള്ള ഫോമിലൊക്കെയാണ് പഠിക്കുക. ഈ വർഷം തന്നെ പഠിക്കാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ m സ്ലോപ്പാണ്, c y ഇന്റർസെപ്റ്റ് എന്നൊക്കെ പിന്നീട് പഠിക്കും. ഇപ്പോൾ ഇത് ഓർത്തിരിക്കുക. നമുക്ക് ഫിസിക്സിൽ ഇത്തരം ഈ പൊസിഷൻ ടൈം റിലേഷൻസ് എപ്പോഴും വരും നിങ്ങൾക്ക്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ ഈസി ആയിട്ട് സ്ലോപ്പ് കാണാം. സ്ലോപ്പ് കാണാന്ന് പറഞ്ഞാൽ ഓർക്കുക ഇറ്റ് ഈസ് ദി യു ആർ ഫൈൻഡിങ് ദി വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. സ്ലോപ്പ് മാറാത്ത ഒരു കർവാണ്, ഒരു ഷേപ്പാണ് സ്ട്രെയിറ്റ് ലൈൻ. എപ്പോഴും അതിന്റെ സ്ലോപ്പ് എല്ലായിടത്തും ഒരേപോലെ. ഇനി സ്ട്രെയിറ്റ് ലൈനിന്റെ കേസിൽ സ്ലോപ്പ് ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാം. നേരത്തെ ഗ്രാഫ് വരച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സ്ലോപ്പ് കാണുക. x2 - x1 divided by t2 - t1. അല്ലെങ്കിൽ y-ഉം x-ഉം തമ്മിലാണ് ഈ ലൈൻ വരച്ചത് എങ്കിൽ y2 - y1 divided by x2 - x1. ഇനി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് ഇതുവരെ പറഞ്ഞത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലുള്ളതാണ്? x equal to a t square plus b t plus c ഫോമിലുള്ളതാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ y equal to ax square plus bx plus c ഫോമിലുള്ളതാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്.
അങ്ങനെയുള്ള ഇക്വേഷന്റെ ഗ്രാഫ് വരച്ചാൽ ദാറ്റ് വിൽ ബി എ പരാബോള. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിനെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞു ഇപ്പോൾ. ഇനി ആ ഇക്വേഷൻസിന്റെ ഗ്രാഫൊക്കെ ഒന്ന് ഗ്രാഫിക്കലി നമുക്ക് വരച്ച് നോക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഒരു മിനിറ്റ്. ജിയോജിബ്ര ഓപ്പൺ ആയി വരുന്നു. അപ്പോൾ ഇവിടെ ഇത് ജിയോജിബ്ര എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ax+b ആണല്ലോ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ എക്കും ബിക്കും ഏത് വാല്യൂ കൊടുത്താലും ax+b എന്നുള്ള സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടെ പ്ലോട്ട് ചെയ്യുക. ഞാൻ എക്ക് 1 എന്ന് കൊടുത്തു, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇത് ഏത് സ്ട്രെയിറ്റ് ലൈനാണ്? a1ഉം b5ഉം. സോ ദിസ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ ഫോർ ദി ഇക്വേഷൻ f of x is equal to 1x+5. കേട്ടോ, 1x+5 എന്ന് കണ്ടില്ലേ? ഇതാണ് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ദിസ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഈ ജിയോജിബ്രയിൽ എക്സും വൈയും വെച്ചിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സും എക്സും വെച്ചിട്ടാണ്. ടൈമിന്റെ സ്ഥാനത്താണ് എക്സ് വരുന്നത്. മോഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സിന് പകരം ടൈമാണ് വരിക, എഫ് ഓഫ് എക്സിന് പകരം എക്സ് ആണ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളെ മോഷന്റെ എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ x is equal to t+5 എന്നാണ്. അപ്പോൾ ഇറ്റ്സ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. കണ്ടോ, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് കണ്ടോ, ഇത് എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്. എം സ്ലോപ്പ് ഓഫ് എഫ് എത്രയാണ്? m = 1 എന്നാണ് എഴുതി. കാരണം എന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ജിയോജിബ്ര സ്ലോപ്പ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ലോപ്പ് കാണിച്ചു തരുന്ന, അല്ല, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ആ ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പുള്ള അതാണ്. ഇതിന്റെ എവിടെ വെച്ചാലും നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് x2 മൈനസ് അല്ലെ y2 മൈനസ് y1, ഇവിടെ വെച്ചിട്ടാണെങ്കിൽ y2 8, y1 7, അതേപോലെ x1 എന്ന് പറയുന്നത് 2, x3 എന്ന് പറയുന്നത് 3. അപ്പോൾ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 7 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 അഗെയിൻ 1. അങ്ങനെ ഏത് പോയിന്റിൽ എടുത്താലും സ്ലോപ്പ് 1 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഏത് വാല്യൂ ഇവിടെ 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 2 ആക്കി നോക്കുക. അപ്പോൾ സ്ലോപ്പ് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്ലോപ്പ് ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ എം, ഇവിടെ സ്ലോപ്പ് എം ഉണ്ടോ? സ്ലോപ്പ് എം ആണ് സ്ലോപ്പ്. m = 2. m is the slope. ഇവിടെ സ്ലോപ്പ് അതേപോലെ ടാൻ തീറ്റ വെച്ചിട്ടാണ് ഈ സ്ലോപ്പ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഇതിപ്പോൾ കണ്ടാൽ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഈ സൈഡിന്റെ ലെങ്ത് ആണ് സ്ലോപ്പ്. ഈ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ആണ് വരിക. ഈ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ആണ്. ഇവിടെ നോക്കുക, y2 എന്ന് പറയുന്നത് 7 മൈനസ് 5 ആണ്. y2 മൈനസ് y, ഈ സൈഡിന്റെ ലെങ്ത് പറഞ്ഞാൽ 7 മൈനസ് 5 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ ഇത് 1 മൈനസ് 0. അപ്പോൾ 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0. 7 മൈനസ് 2 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് ഈസ് 2. അത് അങ്ങനെയാണ് സ്ലോപ്പ് കാണുക സ്ട്രെയിറ്റ് ലൈൻ. എവിടെയും ഈ ട്രയാങ്കിൾ നിങ്ങൾക്ക് വരക്കാം. എവിടെ വരച്ചാലും അതാ കിട്ടുക. ഇവിടെ വരച്ചാലും ഇവിടെ എവിടെയും നിങ്ങൾക്ക് ട്രയാങ്കിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കൂ. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. 3 മൈനസ് 2 എന്ന് വരും. ഈ ട്രയാങ്കിൾ എടുത്താൽ, ഈ ഒരു ട്രയാങ്കിൾ 3 മൈനസ് 2, അതാണ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണ്? -1. 3 മൈനസ് 2, this is 1. ഇത് 3 മൈനസ് ഇവിടുന്ന് എടുത്താൽ 2 അല്ല വരിക. യെസ്, ഇറ്റ് ഈസ് 2. അപ്പോൾ ഇവിടെ പക്ഷേ -1 കഴിഞ്ഞിട്ട് പുറത്തേക്കുള്ള വാല്യൂ കറക്റ്റായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ട്രയാങ്കിൾ എടുക്കാം, കറക്റ്റ് കിട്ടുന്നതാ. ഇതെടുത്തോളൂ, ഈ ട്രയാങ്കിൾ എടുത്താൽ ഇവിടെ y2 3 ആണ്, y1 1 ആണ്. സോ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 2 വരും. x2 എന്ന് പറയുന്നത് -2 ആണ്.
-2, x1 എന്ന് പറയുന്നത് -1 ആണ്. സോ ഡിവൈഡഡ് ബൈ -2 മൈനസ് -1 y2 x2 മൈനസ് അപ്പോൾ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 2. സോ അഗൈൻ m is equal to 2 എന്ന് കിട്ടി. അപ്പോൾ ഏത് പോയിന്റിൽ നിങ്ങൾ എടുത്താലും എമ്മിൻ്റെ വാല്യൂ സ്ലോപ്പിൻ്റെ വാല്യൂ എവിടെ സ്ലോപ്പ് കണ്ടാൽ 2 എന്ന് കിട്ടും. അതാണ് സ്ട്രെയിറ്റ് ലൈൻ. എവിടെ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതിൻ്റെ സ്ലോപ്പ് ഞാൻ പറഞ്ഞു ഇതുണ്ടോ, ഇവിടെ ഇത് എക്സ് ആക്സിസ്, ഈ ടൈം ആക്സിസ് ഇങ്ങനെ വരക്കുന്ന ഈ ആക്സിസ്, ഈ കേസിൽ അത് എക്സ് ആക്സിസ്. നമ്മൾ മോഷൻ പഠിക്കുമ്പോൾ അത് ടൈം ആക്സിസ് ആവും. അപ്പോൾ ടൈം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ഞാൻ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്താലും ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്താലും ഒന്ന് തന്നെയാണല്ലോ കിട്ടുക. ഈ ലൈൻ ഈ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ടൈം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അതാണ് ആൽഫ. ആൽഫയാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ജിയോജിബ്ര അത് അളന്ന് തരും നമുക്ക്. 63.43 ഡിഗ്രിയാണ്. അപ്പോൾ സ്ലോപ്പിനെ നമുക്ക് വേറെ രീതിയിൽ കാണാമെന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ, അതാണ് ടാൻ 63.432 എന്ന് ഉണ്ടല്ലേ, 2 എന്നാണ് കിട്ടിയത്. നിങ്ങൾ ചെയ്ത് നോക്കാം. ടാൻ 63.43 ഡിഗ്രി ചെയ്താൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് 3. ഇത് നമ്മൾ സ്ലോപ്പ് മാറ്റി വെക്കുക. സ്ലോപ്പ് -5 ആക്കി നോക്കാം. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ്റെ ഷേപ്പ് എങ്ങനെ ആവുമെന്ന് കണ്ടോളൂ. കണ്ടോ സ്ട്രേറ്റ് ലൈൻ്റെ ഷേപ്പ്, ആംഗിൾ കണ്ടോ, പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 281.3 ആയി. സ്ലോപ്പ് m -5 ആയി. സ്ട്രേറ്റ് ലൈൻ്റെ ഓറിയന്റേഷൻ നേരത്തെ ഞാൻ വരച്ച് കാണിച്ച പോലെ ചെരിഞ്ഞില്ലേ. ഇത് ഗ്രാഫ് കുറേ സ്ട്രേറ്റ് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫിനിറ്റി വരെ നീളുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്, ഇങ്ങനെ നീണ്ടു പോകും. നമ്മൾ ഇത്രയും ഭാഗം നോക്കിയാൽ സ്ട്രേറ്റ് ലൈൻ്റെ ഷേപ്പ് നോക്കൂ, ഇങ്ങനെ ചെയ്തു മൈനസ് ആയപ്പോൾ -0.5 ഉണ്ടോ, -0.5 സ്ലോപ്പാണ്, നെഗറ്റീവ് സ്ലോപ്പാണ്. ഇനി ബി കണ്ടോ, ബി ഇവിടെ 5 ആണ് എന്ന് പറഞ്ഞാൽ ഈ y ആക്സിസിൽ ഈ ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റ് 5 ആയിരിക്കും എപ്പോഴും. ഈ ബി 6 ആക്കിയാൽ 6ലൂടെയാണ് കടന്നത്. അപ്പോൾ ഈ വരുന്ന വെർട്ടിക്കലായിട്ട് വരുന്ന ആക്സിസ് ഇവിടെ വരുന്ന ഇത് റെപ്രസെന്റ് ചെയ്ത് ഇവിടെ f(x) എടുക്കുന്നത് y ഈ ആക്സിസിലാണ്. ആ ആക്സിസ് നമ്മൾ x is equal to some 3t അല്ലെങ്കിൽ x is equal to 0.5t plus 6 ഇതാണെങ്കിൽ ഈ ആക്സിസിൽ t ആയിരിക്കും, ഈ ആക്സിസിൽ x ആയിരിക്കും. അപ്പോൾ ആ കേസിൽ അത് ഈ എക്സ് പൊസിഷൻ ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ബി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഗ്രാഫിന്റെ സ്ട്രെയിറ്റ് ലൈൻ സ്ലോപ്പാണ്. ഈ കേസിൽ സ്ലോപ്പ് എത്രയാണ് വന്നത്? -5. ഇത് നേരത്തെ വാല്യൂ ഇത് കൊടുത്താണ്, നോക്കണ്ട, -5. അപ്പോൾ a -0.55 that will be the slope. ബി എന്ന് പറയുന്നത് 6, അപ്പോൾ ആ 6ലൂടെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫുകൾ. അതിൻ്റെ സ്ലോപ്പ് കാണൽ എങ്ങനെയെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. സ്ലോപ്പ് ഈസി ആയിട്ട് കാണാം. ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ, ഏതെങ്കിലും 2 എക്സിൻ്റെ വാല്യൂസ് എടുക്കുക, കറസ്പോണ്ടിങ് വൈൻ്റെ വാല്യൂസ് എടുക്കുക, y2 - y1 / x2 - y1. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ടീൻ്റെ വാല്യൂസ് എടുക്കുക, എക്സിൻ്റെ വാല്യൂസ് എടുക്കുക, x2 - x1 / t2 - t1. ടിയിലും എക്സിലുമാണ് ഗ്രാഫ് വരച്ചത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫുകളാണ്. ഇനി ഞാൻ 2-3 സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫുള്ളൊരു ഇത് കാണിച്ചു തരാം. നിങ്ങൾ പറഞ്ഞു തരേണ്ടതാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഫസ്റ്റത്തെ ലൈൻ. ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുമോ? ഈ സ്ട്രെയിറ്റ് ലൈൻ നോക്കിയാൽ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇക്വേഷൻ എഴുതണമെങ്കിൽ ഇക്വേഷൻ്റെ ഫോം എന്താണ്? ax + b y = ax + b എന്നുള്ളതാണ് ഫോം. അപ്പോൾ ഇവിടെ ഇത് കണ്ടാൽ ഇതിൽ നിന്ന് ഇക്വേഷൻ എങ്ങനെ എഴുതുക? എയും ബിയും ഐഡന്റിഫൈ ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ at + b എന്നാണെങ്കിൽ ടിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത് സ്ലോപ്പ് ആണ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണണം ആദ്യം. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്യാം? ഏതെങ്കിലും 2 പോയിന്റ്, 2 എക്സ് ആക്സിസിൽ 2 പോയിന്റ് എടുക്കാം. ഞാൻ എടുക്കുന്നത് x is equal to 0 and x is equal to 1. x is equal to 0ൽ y എത്രയാണ്? y ഉം 0 ആണ്. x is equal to 1ൽ y എത്രയാണ്? 3 ആണ്. അപ്പോൾ y2 എന്ന് പറഞ്ഞാൽ 3, y1 എന്ന് പറഞ്ഞാൽ 0.
x2 എന്ന് പറഞ്ഞാൽ 1, x1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ സ്ലോപ്പ് കാണണമെങ്കിൽ ഇറ്റ് ഈസ് y2 മൈനസ് y1. ഈ ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്ത് നോക്കുക. ഈ ട്രയാങ്കിൾ വേണമെങ്കിൽ ഞാനത് വരച്ച് കാണിക്കാം. ഈ ട്രയാങ്കിൾ അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കുക, ഈ സൈഡിൻ്റെ ഇതാണ് y2 മൈനസ് y1. ഈ ലെങ്ത് y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1. അപ്പോൾ 3 മൈനസ് 0. ഇവിടെ 0 ആണ്. ഇവിടെ 3 ആണ്, ഇവിടെ 0. സോ ദിസ് ലെങ്ത് ഈസ് 3 മൈനസ് 0, 3 ഡിവൈഡഡ് ബൈ y2 മൈനസ് ഡിവൈഡഡ് ബൈ y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. x2 1 ആണ്, x1 0 ആണ്. സോ 1 മൈനസ് 0. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 3 ആണെന്ന് ഇതിന് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ സ്ലോപ്പ് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിലേക്ക് എയും ബിയും ആണ് വേണ്ടത്. അതിൽ a3 എന്ന് കിട്ടും. ഇനി ബി എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ y ആക്സിസ്, ഈ ആക്സിസിലൂടെ കടന്നു പോകുന്ന എവിടെയാണ്? ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിൻ്റെ വാല്യൂ എത്രയാണ്? y ആക്സിസിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. 0യിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ബിയുടെ വാല്യൂ 0. അപ്പോൾ 3 എയുടെ വാല്യൂ സ്ലോപ്പ് 3 എന്നും ബിയുടെ വാല്യൂ 0 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 3x y equal to 3x plus 0. So the equation is y equal to 3x and slope is 3. ഇതിൻ്റെ സ്ലോപ്പ് കിട്ടി, ഇക്വേഷൻ നമ്മൾ എഴുതി y. ഇങ്ങനെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കണ്ടാൽ അതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇക്വേഷൻ തന്നാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാവുമെന്ന് സങ്കല്പിക്കാനും വരക്കാനും ഒക്കെ കഴിയണം. ഓക്കെ, ഇനി വേറൊരു കർവ് നോക്കാം. ഒന്ന് കളഞ്ഞോട്ടെ. അടുത്ത ലൈൻ. സോ ദിസ് ഈസ് അനദർ ലൈൻ. ഇത് വേറൊരു സ്ട്രെയിറ്റ് ലൈനാണ്. നേരത്തെ പോലെ ഇതിൻ്റെ സ്ലോപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ സ്ലോപ്പ് കാണണമെങ്കിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കണം. ഞാനിവിടെ കറക്റ്റ് വാല്യൂസ് കിട്ടുന്ന ട്രയാങ്കിൾ നിലനിൽക്ക് ഇത് എടുക്കുകയാണ്. ഞാനിവിടെ സോ ദിസ് വൺ കിട്ടി. അപ്പോൾ ഇത് നോക്കിയാൽ ഇതായിരിക്കും y2 മൈനസ് y1. ഈ സൈഡിൻ്റെ ലെങ്ത് ഇവിടെ 4 ആണ്. y2 y1 1 ആണ്. സോ ഇറ്റ് ഈസ് 4 മൈനസ് 1 3. 4 മൈനസ് 1 ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇവിടെ x2 2 ആണ്, x1 1 ആണ്. 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. അപ്പോൾ 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 വരും. 3 ബൈ 2 മൈനസ് 1 1 1. അപ്പോൾ 3 തന്നെയാണ് ഇതിൻ്റെയും സ്ലോപ്പ്. ഇതിൻ്റെ സ്ലോപ്പ് 3 ആണ്. പക്ഷെ ഇത് y ആക്സിലൂടെ കടന്നു പോകുന്ന പോയിന്റ് -2 ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പാണ്. ax പ്ലസ് b ആണ് ജനറൽ ഇക്വേഷൻ. എയും ബിയും കണ്ടെത്തിയാൽ മതി. a എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പാണ്, ദാറ്റ് ഈസ് 3 ആൻഡ് b ഈസ് -2. സോ ദി ഇക്വേഷൻ ഈസ് ax പ്ലസ് b. b -2 ആണ്, കാരണം ഇത് -2ലൂടെയാണ് y ആക്സിസിൽ കടന്നു കട്ട് ചെയ്യുന്നത്, -2ലാണ്. സോ y ഈക്വൽ ടു 3x -2 ആൻഡ് സ്ലോപ്പ് ഈസ് 3. ഈ 3x -2 എന്നുള്ള ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ലോപ്പ് 3 ആണെന്ന് പറയാൻ കഴിയും. അത് ടൈം ആക്സിസ് അല്ലെങ്കിൽ പൊസിഷൻ ആക്സിസിൽ അല്ലെങ്കിൽ y ആക്സിസിൽ കട്ട് ചെയ്യുന്നത് -2ലാണെന്നും പറയാൻ കഴിയും. ഇതാണ് ഏറ്റവും പ്രധാനം, സ്ലോപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് തന്നാൽ അതിൻ്റെ സ്ലോപ്പ് കാണുന്ന രീതി ഇതുപോലെ ട്രയാങ്കിൾ വരച്ചിട്ടോ അല്ലെങ്കിൽ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. നമ്മുടെ കേസിൽ അത് എപ്പോഴും വരിക x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 ആയിരിക്കും. നമ്മൾ മാത്സിൽ yയും x ഉം ആയിട്ടാണ് എഴുതുക, നമ്മൾ x ഉം t ഉം ആണ് എഴുതുക. അപ്പോൾ മാത്സിൽ എഴുതിയ ഇക്വേഷനിലൊക്കെ എക്സിൻ്റെ സ്ഥാനത്ത് t വരും, yൻ്റെ സ്ഥാനത്ത് നമ്മൾ x ആക്കും. അങ്ങനെയാണ് നമ്മുടെ രീതി. അപ്പോൾ ഇതിങ്ങനെ ജനറലായിട്ട് പറയാം. ഇപ്പോൾ സ്ലോപ്പ് കാണൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഏതായാലും ഞാൻ 1-2 ഗ്രാഫ് കൂടി പറയാം. ഇത് ഡിലീറ്റ് ചെയ്യട്ടെ. സോ ദിസ് ലൈൻ, ഈ ലൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ട ഒന്നാമത്തെ സംഗതി ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവാണ്.
അപ്പോൾ ഇതിൽ സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണാൻ നമ്മൾ ഏതെങ്കിലും നേരത്തെ അതേ ഐഡിയ എടുക്കാം. അപ്പോൾ ഇതന്നെ എടുക്കാം. ഇവിടെ എക്സ് ആദ്യത്തെ ഈ ഒരു വലിയ ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് നേരിട്ട് കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ y2 ആദ്യം y2 എന്ന് പറയുമ്പോൾ ആദ്യം x1 x2 എന്ന് പറയുന്നതിന് ഞാൻ 0 എന്ന് x = 0 എന്ന് x = 3 എന്ന്. അപ്പോൾ x = 3 ആകുമ്പോൾ y-ന്റെ വാല്യൂ എത്രയാണ്? x = 3 ആകുമ്പോൾ y-ന്റെ വാല്യൂ ഇവിടെ y0 ആണ്. x 3 ആകുമ്പോൾ y0 ആണ്. അപ്പോൾ x2 ആണ് 3, x2 3, y2 0. ഓക്കെ, y2 ആണ് 0. ഇനി x 0 ആകുമ്പോൾ x1 ആണ് 0, x1 0 ആണ്. അപ്പോൾ y1 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ y1 6, y2 0. y1 എന്ന് പറയുന്നത് ഇതാണ്. x 0 ആകുമ്പോൾ ഞാൻ രണ്ട് എക്സിൻ്റെ വാല്യൂസ് എടുക്കുകയാണ്. ഒന്ന് x = 0 എന്നും ഒന്ന് x = 3 എന്നും. അപ്പോൾ x = 0 ആകുമ്പോൾ അതിന് ഞാൻ x1 എന്ന് വിളിക്കുന്നു, x = 3 എന്നുള്ളതിന് ഞാൻ x2 എന്ന് വിളിക്കുന്നു. അപ്പോൾ x1ൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് y-ന്റെ വാല്യൂ x = 0 ആകുമ്പോൾ y-ന്റെ വാല്യൂ ദാറ്റ് ഈസ് 6. ആൻഡ് x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് y2 എന്ന് പറയുന്നത് x = 3 ആകുമ്പോൾ വാല്യൂ ആണ്, അത് 0. അപ്പോൾ y2 എന്ന് പറയുന്നത് 0, y1 എന്ന് പറയുന്നത് 6. അപ്പോൾ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 6, അപ്പോൾ -6 എന്ന് വരും. y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 6, അപ്പോൾ -6 എന്ന് വരും. ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 0. അപ്പോൾ -6 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ദാറ്റ് ഈസ് -2 വിൽ ബി ദി സ്ലോപ്പ്. -6 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ സ്ലോപ്പ് -2 ആയിരിക്കും. എങ്ങനെയാണ് വന്നത്? x2 എന്ന് പറഞ്ഞാൽ 3, അപ്പോൾ ഉള്ള y-ന്റെ വാല്യൂ y2, അപ്പോൾ y2 0. x1 എന്ന് പറഞ്ഞാൽ 0, അപ്പോൾ ഉള്ള y-ന്റെ വാല്യൂ 6, അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ 6. y2 0, y1 6. അപ്പോൾ y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 6, 0 മൈനസ് 6 മൈനസ് 6 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 0 3. അപ്പോൾ -6 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. -6 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ -2 കിട്ടും. സോ ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ വിൽ ബി -2 ആയിരിക്കും ഇതിൻ്റെ സ്ലോപ്പ്. പിന്നെ ഇത് y ആക്സിസിലൂടെ കടന്നു പോകുന്നത് +6ലാണ്. അപ്പോൾ b എന്ന് പറയുന്നത് +6 ആയിരിക്കും, a എന്ന് പറയുന്നത് -2 ആയിരിക്കും. സോ ദി ജനറൽ ഇക്വേഷൻ വിൽ ബി ax + b. അപ്പോൾ -2x, a എന്ന് പറയുന്നത് -2, b +6. സോ -2x + 6 എന്നായിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ. സോ ദി ഇക്വേഷൻ ഈസ് y = -2x + 6 ആൻഡ് ദി സ്ലോപ്പ് ഈസ് -2. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടിയാൽ അതിൻ്റെ സ്ലോപ്പ് കാണാൻ പഠിക്കാം. അനദർ സ്ട്രെയിറ്റ് ലൈൻ, ഇതിനെ ഞാൻ ജസ്റ്റ് നേരെ തരാം. ഇക്വേഷൻ ഈസ് -x + 5. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? -1 ആണ്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് -1. സ്ലോപ്പ് നെഗറ്റീവ് ആണെന്ന് ഇതിൻ്റെ ഈ ഓറിയൻറ്റേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ സ്ലോപ്പും അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫായിട്ടാണ് ഫിസിക്സിൽ നമുക്കിത് വരിക. ഇപ്പോഴും ഒരാക്സിസിൽ ടൈമും ഒരാക്സിസിൽ പൊസിഷൻ എക്സും ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പും അതിൽ നിന്ന് സ്ലോപ്പ് കാണലും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതാണ് ഇപ്പോൾ ഇത്രയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി സ്ട്രെയിറ്റ് അല്ലാത്ത കർവ്ഡ് ലൈനിൻ്റെ കേസും വേണമെങ്കിൽ ഒന്ന് നോക്കാം. കർവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സ്ലോപ്പ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ടാൻജന്റ് കാണണം, ടാൻജന്റിന്റെ സ്ലോപ്പ് കാണണം. അതാണ് ഇനി അടുത്തത് വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കർവ്, സോ ദിസ് ഈസ് എ കർവ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഒരു പരാബോള, അതാണ് പരാബോള എന്ന് പറയുന്നത്. ഫിസിക്സിൽ പലപ്പോഴും ഇതിൻ്റെ ഒരു ഭാഗമേ നമുക്ക് ആവശ്യം വരുള്ളൂ, ഒരു ഭാഗം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം എക്സിൻ്റെ വാല്യൂ മൈനസും പ്ലസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് മൈനസ് വാല്യൂസിനും വരച്ചിട്ടുണ്ട്, പ്ലസ് വാല്യൂസിനും വരച്ചിട്ടുണ്ട്. ഫിസിക്സിൽ നമ്മളിത് മോഷനിൽ പഠിക്കുമ്പോൾ ഈ ആക്സിസിൽ ടൈമാണ് എടുക്കുക. ടൈം ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് വരില്ല നമുക്ക്. അപ്പോൾ ഈ പരാബോളൻ്റെ ഈ പോസിറ്റീവ് പാർട്ട് മാത്രമേ നമ്മളുടെ സ്റ്റഡി ഓഫ് മോഷനിൽ ഇങ്ങനെയുള്ള ഗ്രാഫിൻ്റെ പോസിറ്റീവ് പാർട്ട് മാത്രമേ ആവശ്യം വരുള്ളൂ. മാത്സിൽ അങ്ങനെയല്ല, ഏത് വാല്യൂസും ആവാലോ എക്സിന്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ g(x)ൻ്റെ സ്ഥാനത്ത് മോഷൻ പഠിക്കുമ്പോൾ എക്സ് എന്നും എക്സിൻ്റെ സ്ഥാനത്ത് ടി എന്നുമാണ്. അപ്പം നമ്മുടെ മോഷൻ്റെ ടേമിൽ ഇക്വേഷൻ എഴുതിയാൽ പൊസിഷൻ x = 2t² + 1 എന്നാണ് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫ് പരാബോളയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഓർക്കുക, നമ്മൾക്ക് ഈ ഭാഗം മാത്രമേ ആവശ്യമുണ്ടാവൂ. ഓക്കെ,
അപ്പോൾ എനിക്ക് എ എന്ന് പറയുന്നത് ഇതിലൊരു പോയിന്റാണ്. ഈ പോയിന്റിലുള്ള ഈ പാർട്ടിക്കിളുടെ ഈ ഭാഗം ഇല്ല കേട്ടോ, ഇതോടെ മാർക്ക് നിങ്ങൾ ഈ ഭാഗം ഇല്ല എന്നാണ് വിചാരിക്കുക. ഇവിടെ നിങ്ങളുള്ളേ ഉള്ളൂ. ഒരു ടിപ്പിക്കൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ഇതൊരു പൊസിഷൻ ടൈം റിലേഷൻ ആണെന്ന് സങ്കല്പിച്ചോളൂ. അപ്പോൾ എയിലുള്ള വെലോസിറ്റി കാണണം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് എ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൈം 1.82 സെക്കൻഡ് ആണ്. സോറി 1.82 അല്ല 0.64 സെക്കൻഡ് ആണ്. ആദ്യം പറയുന്നത് എക്സിന്റെ വാല്യൂ ആണ്, പിന്നെ പറയുന്നത് വൈൻ്റെ വാല്യൂ ആണ്. എക്സിലാണ് നമ്മൾ ടൈം എടുക്കുന്നത്, വൈയിൽ എക്സും ആണ് എടുക്കുന്നത്. അപ്പോൾ 0.64 സെക്കൻഡ് സമയത്ത് ഇതിന്റെ വെലോസിറ്റി കാണണമെന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ആണ് 0.64 എന്ന് പറയുന്ന ടൈം കോർഡിനേറ്റിന് അല്ലെങ്കിൽ എക്സ് 0.64 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഈ എ എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി കാണണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് വരക്കണം. ടാൻജന്റ് ആണ് ഈ വരച്ചത്. ടാൻജന്റ് വരച്ചു, എയിലൂടെ കടന്നു പോകുന്ന സ്പർശരേഖ തൊടുവര വരച്ചു. അപ്പോൾ ഇനി ഇതിന്റെ ഈ ലൈനിന്റെ സ്ലോപ്പാണ് ഇനി കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടെത്തിയ ടെക്നിക്ക് ഉപയോഗിച്ച് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ആംഗിൾ മെഷർ ചെയ്തിട്ട് അതിന്റെ ടാൻ എടുക്കാം. ഞാനിവിടെ ആംഗിൾ മെഷർ ചെയ്യാൻ പോവാണ്. ആൽഫ ഇസ് ഈക്വൽ ടു 68.68 ഡിഗ്രി. ഈ സ്ട്രെയിറ്റ് ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ജിയോ ജിബ്ര അത് മെഷർ ചെയ്ത് നമുക്ക് തന്നു, ആൽഫ 68.68 ഡിഗ്രി. അപ്പോൾ അതിന്റെ ടാൻ സ്ലോപ്പ് ഈസ് ടാൻ 68.68 ഡിഗ്രി 2.56 എന്നാണ് സ്ലോപ്പ് വരുന്നത്. അപ്പോൾ എയിൽ ഈ കർവിന്റെ സ്ലോപ്പ് 2.56 ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എ എന്ന് പറയുന്ന സമയത്ത് ആ ഇൻസ്റ്റന്റിൽ അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിൽ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 2.56 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നോക്കുക, ഞാൻ എ എങ്ങനെ മാറ്റാൻ പോവാണ്. എ എന്ന് പറയുന്ന പോയിന്റ് വേറെ പോയിന്റ് ആക്കണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് സ്ലോപ്പ് മാറുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ അല്ല, അപ്പോൾ ഓരോ പോയിന്റിലും വ്യത്യസ്ത സ്ലോപ്പാണ് കിട്ടുക. ഇപ്പോൾ കണ്ടോ 1.21 മീറ്റർ പെർ സെക്കൻഡ് ആയി വെലോസിറ്റി, ഇവിടുത്തെ സ്ലോപ്പ് ആംഗിൾ കുറഞ്ഞു. ഞാൻ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, കറക്റ്റ് ഈ സ്റ്റാർട്ട് ഇവിടെ ഇപ്പോൾ എത്രയായി, സ്ലോപ്പ് 0 എന്നാണ്. ഈ പോയിന്റിൽ സ്ലോപ്പ് 0 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി 0 എന്നാണ് തുടങ്ങുന്നത്. വെലോസിറ്റി സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് ദെൻ ഗ്രാജുവലി ഇൻക്രീസസ്. ഉണ്ടോ, സ്ലോപ്പ് കൂടി 0.93 ആയി 1.27 ആയി. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോറും സ്ലോപ്പ് കൂടി വരും. 3.01 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി. ഒക്കെ ഇവിടെ എവിടെയാണോ അവിടുത്തെ ടാൻജന്റ് വരക്കുക, അവിടുത്തെ സ്ലോപ്പ് കാണുക. സ്ലോപ്പ് കാണാൻ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച y2 - y1 ട്രയാങ്കിൾ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടാൻ ആൽഫ. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ടാൻ ഈ ആംഗിൾ മെഷർ ചെയ്യുക, എന്നിട്ട് ആൽഫ എടുക്കുക, ആൽഫന്റെ ടാൻ കാണുക. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എങ്ങനെയും സ്ലോപ്പ് കാണും. കണ്ടോ, ഇങ്ങോട്ട് പോകുന്നതോറും സ്ലോപ്പ് കൂടി വരുന്നു, ആംഗിൾ കൂടി വരുന്നുണ്ടോ, ടാൻ്റെ വാല്യൂ കൂടി വരുന്നു. വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഇൻക്രീസിങ്. ഈ പാർട്ട് മാത്രമാണ് നമുക്ക് കാണുന്നത്. ജിയോജിബ്രയിൽ മാത്സ് ആണ്, ഫിസിക്സ് പോലെയല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാർട്ട് ഒഴിവാക്കിയിട്ടില്ല. ഇങ്ങനെ ടൈം നമുക്ക് ഒരിക്കൽ നെഗറ്റീവ് ആവില്ല, അതുകൊണ്ട് ഫിസിക്സിൽ ഇത് വരുമ്പോൾ ഈ ഭാഗം ഉണ്ടാവില്ല. പോസിറ്റീവ് വാല്യൂസ് ഓഫ് ടൈം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഈ ആക്സിസിൽ ടൈം എടുക്കുമ്പോൾ പരാബോളയ്ക്ക് ഈ ഭാഗം വരും. അപ്പോൾ ഇതൊരു നോൺ യൂണിഫോം മോഷന്റെ എക്സാമ്പിൾ ആണ്. കണ്ടോ, ഓരോ പോയിന്റിലും വെലോസിറ്റി വേറെയാണ്. സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഈസ്, അപ്പോൾ ഒരു കർവ്ഡ് ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന്റെ സ്ലോപ്പ് ഫിക്സഡ് അല്ല, കോൺസ്റ്റന്റ് അല്ല. എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഗ്രാഫ് വെച്ചിട്ട് കർവ്ഡ് ഗ്രാഫ് ഉണ്ടാവും എപ്പോഴാണ്, ഒരു വസ്തു ചലിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിലാണ് കർവ്ഡ് ഗ്രാഫ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ കാണുന്നത്. ഇതാണ് ഇന്നത്തെ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാഫുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സ്ട്രേറ്റ് ലൈൻ ഗ്രാഫിന്റെയും കർവ്ഡ് ഗ്രാഫിന്റെയും ഒക്കെ സ്ലോപ്പ് കാണുന്നതില്ല. അപ്പോൾ ജനറലി സ്ലോപ്പ് കാണുന്ന ജോമെട്രിക്കൽ മെത്തേഡാണ് ഈ പറഞ്ഞത്. ഇനി ഇതിലേക്കാണ് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് കണ്ടു, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ കണ്ടു, അതിന്റെ സ്ലോപ്പ് കാണുന്നത് എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കി. സെക്കൻഡ് ഡിഗ്രി പരാബോള ആയിരിക്കും. അപ്പോൾ അതിന്റെ സ്ലോപ്പ് at any point is determined by the slope of the tangent to the curve represented by the function at that point. ആ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന കർവിന്റെ ആ പോയിന്റിലുള്ള ടാൻജന്റിന്റെ സ്ലോപ്പാണ് എന്ന് മനസ്സിലായി. ഏത് കേസിൽ, സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത കേസിലൊക്കെ അങ്ങനെ ചെയ്യാം. സ്ലോപ്പ് ഓഫ് എ ഫംഗ്ഷൻ ക്യാൻ ബി ഡിറ്റർമിൻഡ് വിത്തൗട്ട് ഡ്രോയിങ് ഗ്രാഫ്. ഫോർ ദിസ് വി ഡിഫറൻഷിയേറ്റ് ദി ഫംഗ്ഷൻ. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു പൊസിഷൻ ടൈം റിലേഷൻ തന്നാൽ
അതിൽ നിന്ന് വെലോസിറ്റി കാണണമെങ്കിൽ നിങ്ങൾ ഗ്രാഫ് വരക്കണം. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ലോപ്പ് കാണാൻ നേരെ ടീൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടാൽ മതി. അതൊരു മെത്തേഡ് ഈസി ആയിട്ട് മനസ്സിലായി. ഇനി അല്ല സ്ട്രെയിറ്റ് ലൈൻ അല്ല എങ്കിൽ ഒറ്റ വഴിയുള്ള ഗ്രാഫ് വരക്കുക. ഏത് ടൈമിലാണോ കാണേണ്ടത് ആ ടൈമിൽ നിന്നുള്ള കറസ്പോണ്ടിങ് ഗ്രാഫിലെ പോയിന്റ് കാണുക, അവിടെ ടാൻജന്റ് വരക്കുക, അതിൻ്റെ സ്ലോപ്പ് കാണും. അതൊരു tedious ടാസ്ക് ആണ്. ഗ്രാഫ് വരക്കണം, ടാൻജന്റ് വരക്കണം ഒക്കെ. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ തന്നാൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഒരു പൊസിഷൻ ടൈം റിലേഷൻ നിങ്ങൾക്ക് തന്നാൽ എങ്ങനെയാണ് ഗ്രാഫ് വരക്കാതെ അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തുക, എങ്ങനെയാണ് ഗ്രാഫ് വരക്കാതെ വെലോസിറ്റി കണ്ടെത്തുക, ആ പ്രോസസ്സ് അനലിറ്റിക്കലായിട്ട് ഗ്രാഫ് വരക്കാതെ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. അതിനുള്ള ടെക്നിക്കാണ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഫംഗ്ഷൻ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ സ്ലോപ്പിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്, സ്ലോപ്പിന് കാണുകയാണ്. അതുപോലെ തന്നെ എത്ര സ്പീഡിൽ ആ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന് ഡെറിവേറ്റീവ് എന്നാണ് പറയുക. ടു ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് റിസൾട്ട് കാണണമെന്നാണ്. അപ്പോൾ ആ പ്രോസസ്സിലേക്കാണ് അടുത്ത് പോകുന്നത്. ഗ്രാഫുകളില്ലാതെ പൊസിഷൻ ടൈം റിലേഷൻസ് തന്നാൽ എങ്ങനെയാണ് അതിൽ നിന്ന് വെലോസിറ്റി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ബേസിക് കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ തിയറിയൊക്കെ നിങ്ങൾ മാത്സിൽ പിന്നീട് പഠിക്കും. ഇപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിനെ യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിനെ, സിമ്പിൾ ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എക്സിലാണ് എഴുതുന്നത്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ്. ഇനി എക്സിനെയാണ് നമ്മൾ ടി വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ എന്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞു ഫംഗ്ഷൻ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിനെ പിന്നെ ടിക്ക് അനുസരിച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിനെ ടിക്ക് അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. നമ്മുടെ ഫംഗ്ഷനിൽ എവിടെയെങ്കിലും എയും ബിയും വന്നാൽ അതിൻ്റെ അർത്ഥം ദി ആർ കോൺസ്റ്റൻസ്, മിയർ കോൺസ്റ്റൻസ്, മാറുന്നില്ല, ടൈമിനനുസരിച്ച് മാറാത്ത ആളുകളാണ്. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ട് ഇതാണ്. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഫംഗ്ഷൻ്റെ ഫോം ഇതാണ്, എ ടി റേസ് ടു എൻ. സോ ദിസ് ഈസ് ആൻ എൻ ഡിഗ്രി ഫംഗ്ഷൻ, nth ഡിഗ്രി ഫംഗ്ഷൻ. എ ടി സ്ക്വയർ ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രിയാണ്, എ ടി ക്യൂബ് ആണെങ്കിൽ തേർഡ് ഡിഗ്രിയാണ്. ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ തന്നാൽ എ ടി റേസ് ടു എൻ എന്ന ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ, ഇവിടെ എ ക്യാൻ ബി എനി കോൺസ്റ്റന്റ്, പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആവാം. ഓക്കെ, അങ്ങനെയുള്ളൊരു ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പറഞ്ഞാൽ അതിനുള്ള സ്റ്റാൻഡേർഡ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട, പിന്നീട് നിങ്ങൾ മാത്സിൽ പഠിക്കും. ഇതിൻ്റെ റിസൾട്ട് n എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് നമ്പറും ആവാം, ഇൻറ്റിജർ ആവാം, ഫ്രാക്ഷൻ ആവാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഒന്നൊരു പ്രശ്നമില്ല. ഫോർ എനി നമ്പർ n, ദ റിസൾട്ട് ഓഫ് ഡി ബൈ ഡി ടി ഓഫ് എ ടി റേസ് ടു എൻ, ദിസ് ഈസ് ദി ഫോം ഓഫ് ഒരു ഫംഗ്ഷൻ്റെ ഫോമാണ്. നമ്മൾക്ക് ആക്ച്വലി തരുന്ന ഫംഗ്ഷനിൽ ഇങ്ങനത്തെ ടേം ഉണ്ടാവും. അപ്പോൾ എ എത്രയാണ് n എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി റിസൾട്ട്. അപ്പോൾ ദ റിസൾട്ട് ഈസ്, ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ, മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കേണ്ടതാണ്. ഡെറിവേറ്റീവ് ഓഫ് എ ടി റേസ് ടു എൻ ഓർ ഡിഫറൻഷിയേഷൻ ഓഫ് എ ടി റേസ് ടു എൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ്. ഡി ബൈ ഡി ടി എന്ന ടൈമിനനുസരിച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഫംഗ്ഷനിൽ വേരി ചെയ്യുന്ന ആൾ ഇവിടുത്തെ ഫംഗ്ഷൻ എന്തിലാണ് എഴുതിയിട്ടുള്ളത്, ടിയിലാണ് എഴുതിയിട്ടുള്ളത്. സോ ഡി ബൈ ഡി ടി ഓഫ് എ ടി റേസ് ടു എൻ ഈസ് എ ഇൻറ്റു എൻ ഇൻറ്റു ടി റേസ് ടു എൻ മൈനസ് 1. ഓർക്കുക, ഡി ബൈ ഡി ടി ഡെറിവേറ്റീവ് ഓഫ് the function a t raised to n where a is a constant and n is any number, integer or fraction, positive or negative, ഏതുമാവാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, എ എൻ ടി റേസ് ടു എൻ മൈനസ് 1. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എ ടി റേസ് ടു എൻ എന്നുള്ള ഫംഗ്ഷൻ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫിൻ്റെ, അതിൻ്റെ ആ കർവിൻ്റെ സ്ലോപ്പ് കിട്ടണമെങ്കിൽ യു യൂസ് ദിസ് ഇക്വേഷൻ എ എൻ ടി റേസ് ടു എൻ മൈനസ് 1. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട്. രണ്ടാമത്തത് ഒരു റൂളാണ്, ഡിഫറൻഷിയേഷൻ ഓഫ് എ സം ഓർ ഡിഫറൻസ്. അഡീഷനോ സബ്ട്രാക്ഷനോ ഉള്ള രണ്ട് ഫംഗ്ഷൻസ് വരുമ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ടേം ഉണ്ടെങ്കിലും ഡിഫറൻസ് ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബി പറഞ്ഞാൽ ആദ്യം എനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഡി ബൈ ഡി ടി ഓഫ് എ പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ട് ഡി ബൈ ഡി ടി ഓഫ് ബി ചെയ്യും. ഓക്കെ, ഇതാണ് ഡിഫറൻഷിയേഷൻ ചെയ്യാനുള്ള രണ്ട് ടെക്നിക്ക്. നിങ്ങൾ ഈ ഫോമിലുള്ളത് മാത്രം ആദ്യം പഠിക്കാം, അത് കഴിഞ്ഞിട്ട് മറ്റു ഫോമുകളിലേക്ക് പോകാം. ഇത് ആദ്യം തറവാക്കണം. ഉള്ള എല്ലാ സ്ലൈഡിൻ്റെയും മുകളിൽ ഈ രണ്ട് സാധനം എഴുതി. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ദി ഫോളോയിങ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരുപാട് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്ട് അതിപ്പോൾ ഇതുപോലെ ഒന്ന് തൽക്കാലം സാമ്പിൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ബാക്കി അടുത്ത ഒരു ക്ലാസ്സിലും കൂടി എടുത്തിട്ട് പറയാം. ഓക്കെ, ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു 3t, പൊസിഷൻ ടൈം റിലേഷൻ ആവാം.
എന്തായാലും എക്സ് ആണ്, എക്സും ടിയിലാണ് ഈ ഫംഗ്ഷൻ ഉള്ളത്, എക്സിലാണ്. എക്സ് ഈക്വൽ ടു 3t എന്നാണ്. അപ്പോൾ ഡിഫറൻഷിയേഷൻ നടത്തേണ്ടത് എക്സിനെയാണ്. ഏതിനനുസരിച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തേണ്ടത്? ടൈമിനനുസരിച്ചാണെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 3t. നമുക്ക് തന്ന സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ എക്സ് ആണ് ഫംഗ്ഷൻ. അതിൻ്റെ റൂൾ എന്താണ്? 3t എന്നുള്ളതാണ്. 3t ആണ് ഫോം. അപ്പോൾ ഇവിടുന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാനത്ത് വരുന്നത് 3 ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് വരുന്നത് എന്താണ്? 1 ആണ്. കാരണം 3t എനിക്ക് t⁻1 എന്ന് എഴുതാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 3t⁻1. ഓക്കെ, അപ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ a 3 എന്ന് കിട്ടും. കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് a ഈക്വൽ ടു 3 എന്ന് കിട്ടി. എന്നിൻ്റെ വാല്യൂ എന്ത് കിട്ടി? n ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഈ a 3യും n 1ഉം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണല്ലോ റിസൾട്ട്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d/dt ഓഫ് 3t⁻1 എന്നുള്ളത് എക്സ് എന്ന് പറഞ്ഞാൽ 3t⁻1 എന്ന് എഴുതി. അപ്പോൾ d/dt ഓഫ് 3t⁻n an t⁻n-1 ആണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് 3 ആണ്, എൻ്റെ സ്ഥാനത്തുള്ളത് 3 ആണ്, എന്നിൻ്റെ സ്ഥാനത്തുള്ളത് 1 ആണ്. അപ്പോൾ എക്ക് 3 കൊടുക്കണം, അവിടെ 3 ഇൻറ്റു എന്നിന് 1 കൊടുക്കണം, 1 3 ഇൻറ്റു 1 ഇൻറ്റു t⁻n-1 t⁻n എത്രയായിരുന്നു? 1 ആണ്. 3⁻1 - 1 1 - 1 0 ആണ്. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു t⁻0. t⁻0 പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. സോ 3 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 3. സോ ദ റിസൾട്ട് ഈസ് 3. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു 3t ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് 3. ഇനി നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സ് ഇസ് ഈക്വൽ ടു 3t എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ? കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ദിസ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ കണ്ടാൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അതിൻ്റെ സ്ലോപ്പ് കാണാൻ ഒരു പ്രയാസവും. അതിൻ്റെ ടൈം ടിയുടെ കോഎഫിഷ്യന്റ് നോക്കിയാൽ മതി. ടിയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? അവിടെ 3. അത് തന്നെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടും 3. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടിയ വെലോസിറ്റിയാണ്, പൊസിഷനാണിത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 3 ആണ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും 3 ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതും അതുകൊണ്ട് തന്നെ 3 ആയിരിക്കും. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിൻ്റെ സ്ലോപ്പാണ്. ഏത് ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്താലും അതിൻ്റെ സ്ലോപ്പിനുള്ള ഇക്വേഷനാണ് കിട്ടുക. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണിത്. അതുകൊണ്ട് സ്ലോപ്പ് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് കിട്ടി 3. അപ്പോൾ ഇത്തരം ഇക്വേഷൻസ് തന്നാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വെലോസിറ്റി കാണാം 3. കാരണം ടൈമിൻ്റെ ടിയുടെ കോഎഫിഷ്യന്റ് നോക്കിയാൽ മതി. നേരത്തെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൽ ഈ ഡിഫറൻഷിയേഷൻ ഒന്നും ചെയ്യാതെ തന്നെ ഇതൊരു ഇപ്പോൾ നിങ്ങളോട് പറയാണ് ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ 3t, എക്സ് ഇസ് ഈക്വൽ ടു 3t, ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ ഒന്നും ചെയ്യേണ്ട. അത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3 m/s എന്ന് എഴുതി വെക്കാം. പക്ഷെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ജനറൽ രീതി. 3t² വന്നാലും 3t⁵5 വന്നാലും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ തന്നെ ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്നതാണ് വെലോസിറ്റി വരിക, വിച്ച് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ടി, വിച്ച് ഈസ് ദി സ്ലോപ്പ്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും അത് തന്നെയാണ് കിട്ടുക അക്കോർഡിംഗ് ടു ദിസ് റിസൾട്ട്. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകളും നിങ്ങൾ മനസ്സിലിട്ട് ഉറപ്പിക്കുക. ഇതൊരു സാമ്പിളായിട്ട് ഒരൊറ്റ ക്വാണ്ടിറ്റി നിന്ന് ഡിഫറൻഷിയേഷൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബേസ് ആയിട്ട് പഠിപ്പിച്ചതാണ്. ഇനി 1-2 ഞാൻ kt², എക്സ് ഇസ് ഈക്വൽ ടു kt². അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. എക്സ് ഇസ് ഈക്വൽ ടു kt² ഡിഫറൻഷിയേഷൻ ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇവിടെ kt² ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? ഇതാണ് at⁻n നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്. ഈ RHS ഉള്ള സ്ഥാനത്തിന് എപ്പോഴും ഈ ഫോമിൽ നമുക്ക് അറിയുന്ന ഒരു ഫോം ഇതേ ഉള്ളൂ. വേറെ ഫോമൊക്കെ 1-2 ഫോമും കൂടി ഞാൻ പഠിപ്പിക്കും. അപ്പോൾ ഒരു ഫോം ഇപ്പോൾ അറിയുന്ന ഇതാണ്. ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരിക. അപ്പോൾ at⁻n എന്നുള്ള ഫോമിലാവുമ്പോൾ എയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. k ആണ് എൻ്റെ സ്ഥാനത്ത് വരുന്നത്, എന്നിൻ്റെ സ്ഥാനത്ത് 2 ആണ്. അതാണ് ഇവിടെ എഴുതിയത്. അപ്പോൾ ഇനി റിസൾട്ട് എഴുതാം. സോ d/dt ഓഫ് kt². എൻ്റെ വാല്യൂ കിട്ടി k ആണ്. അപ്പോൾ k ഇൻറ്റു a ഇൻറ്റു എന്നിൻ്റെ വാല്യൂ കിട്ടി 2 ആണ്. സോ k ഇൻറ്റു 2 ഇൻറ്റു t⁻n-1, n 2 ആണ്. സോ t⁻2-1. അപ്പോൾ അത് ചെയ്താൽ 2k എന്ന് വരും. 2k ഇൻറ്റു t⁻1 എന്ന് വരും. 2 - 1 1 ആണ്. സോ 2kt എന്നാണ് ഇതിൻ്റെ റിസൾട്ട്. ഇതിൻ്റെ സ്ലോപ്പ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ t² കോഎഫിഷ്യന്റോ ടിൻ്റെ കോഎഫിഷ്യന്റോ ഒന്നും വെച്ചിട്ട് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു kt² പ്ലസ് സം 3t എന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ആ ടീൻ്റെ കോഎഫിഷ്യന്റ് കണ്ടാൽ സ്ലോപ്പ് ആവില്ല കേട്ടോ. പറഞ്ഞത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആവണം. ദിസ് ഈസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഒരിക്കലും ഇതിൽ നിന്ന് നേരിട്ട് സ്ലോപ്പ് കാണാൻ കഴിയില്ല. ഡിഫറൻഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. മനസ്സിലായല്ലോ?
അപ്പോൾ ഇതൊരു പൊസിഷൻ ടൈം ഇക്വേഷൻ ആണ്, ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ചോദിച്ചാൽ, വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ആ പോയിന്റിലുള്ള കാണേണ്ടത്, സ്ലോപ്പാണ് കാണേണ്ടത്. സ്ലോപ്പ് നേരിട്ട് കാണാൻ കഴിയില്ല, ഡിഫറൻഷിയേഷൻ തന്നെ ചെയ്യണം. സ്ലോപ്പിനുള്ള ഇക്വേഷൻ 2kT എന്നാണ്. ദിസ് ഈസ് ദി വെലോസിറ്റി. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇതൊരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ടൈം ഇക്വേഷൻ ആണെങ്കിൽ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഈസ് v is equal to 2kT എന്ന് എഴുതാം. v is equal to 2kT is the equation of velocity. അപ്പോൾ t മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ മാറും, കാരണം 2kT ആണ്. നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. ടി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വന്നാൽ മോഷൻ നോൺ യൂണിഫോം ആയി. ഫസ്റ്റ് ഡിഗ്രിയിൽ മാത്രമേ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ യൂണിഫോം മോഷൻ ആവുള്ളൂ. നോൺ യൂണിഫോം മോഷൻ ആണ്, അപ്പോൾ വെലോസിറ്റി ടൈമിനനുസരിച്ച് മാറും. വെലോസിറ്റിക്കൽ ഇക്വേഷൻ 2kT. ഇത് യൂണിഫോം മോഷൻ ആയിരുന്നു, വെലോസിറ്റി മാറുന്നില്ല, വെലോസിറ്റി എപ്പോഴും 3 ആണ്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം നോൺ യൂണിഫോം ആണോ, യൂണിഫോം ആണോ, സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണോ, പരാബോളയാണോ. ഇതിൻ്റെ ഗ്രാഫ് പരാബോള ആയിരിക്കും, KT² ആണ് വന്നത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അങ്ങനെ ഡിഫറൻഷിയേഷൻ കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു, കുറേ ടൈമായി. അപ്പോൾ തുടർന്നുള്ള ഒരു ക്ലാസ്സും കൂടി കുറച്ച് മാത്തമാറ്റിക്കൽ കാര്യങ്ങൾ, ഡിഫറൻഷിയേഷൻ്റെ കുറച്ചും കൂടി എക്സാമ്പിൾസ് ചെയ്യും. അത് നിങ്ങളൊന്ന് തറോ ആകണം. നിങ്ങളുടെ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഡിഫറൻഷിയേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര ഉണ്ടാവില്ല. പക്ഷേ ഫിസിക്സിൻ്റെ വരുന്ന അങ്ങോട്ടുള്ള എല്ലാ പാഠങ്ങളിലും നിങ്ങൾക്ക് ഇത് ആവശ്യം വരുന്നുണ്ട്. എല്ലാ പാഠത്തിലും ഡിഫറൻഷിയേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് തറോ ആക്കണം നിങ്ങൾ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലൊക്കെ കുറേ കൂടി കൂടുതൽ ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് പരിചയപ്പെടണം. അതും കൂടി കഴിയുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഡിഫറൻഷിയേഷൻ പഠിക്കും. ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷിയേഷൻ ഒക്കെ ചെയ്യാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇത്തരം T³ T² ഒക്കെ പ്രോബ്ലം വന്നാലും വെലോസിറ്റി കാണാനും, ഇനി വെലോസിറ്റിയിൽ നിന്ന് അങ്ങോട്ട് ആക്സിലറേഷനിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ഡിഫറൻഷിയേഷനാണ് വരുന്നത്. അതുകൊണ്ട് ഇത് തറോ ആയിട്ട് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. x is equal to 2.7. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? x is equal to 2.7. ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. ആൻസർ 0 എന്നാണ് കിട്ടുക. ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, എന്തെങ്കിലും പാർട്ട് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പം ഞാൻ പ്രത്യേകിച്ച് ടൈം ഇടുന്നില്ല, നിങ്ങളാരും ചോദിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ടൈമൊന്നും വെക്കുന്നില്ല. സോ ഓക്കെ, താങ്ക് യു.